ഇരിക്കാൻ നേരമില്ലാത്ത കച്ചവടം തന്നെ കച്ചവടം. സ്വന്തം കുട്ടികളെയും പെണ്ണുങ്ങളെയും വരെ കാണുന്നുണ്ടാവില്ല. രാവിലെ 7 മണിക്ക് ഇറങ്ങിയാൽ രാത്രി 11 മണിക്ക് ഒരു അല്ലല്ലാ എന്ന് പറഞ്ഞ് കടന്നുറങ്ങുന്നു, രാവിലെ എണീറ്റ് പോകുന്നു. എന്ത് ആകെ പൈസ ഉണ്ടാക്കാം, ഒരുപാട് കാശുണ്ട്, പക്ഷെ ജീവിതമല്ല. അങ്ങനത്തെ ഒരുപാട് സാധുക്കളുണ്ട്. വലിയ കച്ചവടക്കാരാണ്, പക്ഷെ ഒന്നിനും നേരമില്ല. അങ്ങനെ ആവരുത്. ഇടയ്ക്ക് സമയം കണ്ടെത്തുക. നബി തങ്ങളുടെ കൂടെ കൂടി ഉഖബ റളിയല്ലാഹു അൻഹു. എങ്ങനെയാ മാറ്റമുണ്ടായത്? ഈ ഇൽമിന്റെ യാത്രയിലാ മാറ്റമുണ്ടാവുന്നു. ഉഖബ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഇറങ്ങി. ഹബീബിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഹബീബിന്റെ ബഗ്ല, ഒരു കോവർ കഴുതയുണ്ട്. കഴുതയല്ല, കുതിരയല്ല, അതിന്റെ ഇടയിലുള്ളൊരു ജീവി. അതിന്റെ മീതെ നബി തങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. ഒരു ബഗ്ല, കോവർ കഴുത, മ്യൂൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ജീവി. ആ കോവർ കഴുതയുടെ കയറ് പിടിച്ചതിന്റെ സിമാമ് പിടിച്ച് കയറ് പിടിച്ച് ഇങ്ങനെ നടക്കും. ഉഖബ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വാഹനം നടന്നിരുന്ന ഹബീബിന്റെ കൂട്ടാളിയായി മാറുന്നു മഹാനായ ഉഖബ തങ്ങൾ. എല്ലാ യാത്രയിലും നബി തങ്ങളോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു പഠിക്കും. ഹബീബായ നബി തങ്ങളുടെ പിറകിലിരുന്നു കൊണ്ട് എത്രയോ യാത്ര ചെയ്തിട്ടുണ്ട് ഉഖബ റളിയല്ലാഹു അൻഹു. ആടുകളെ നോക്കി നടന്നിരുന്നെങ്കിൽ ആ ഭാഗ്യം കിട്ടുമോ? ഹബീബിന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ഉഖബ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് പഠിപ്പിച്ചു കൊടുത്തു. മഹാനവറുകൾ പ്രഗൽഭനായ ഖാരി ആയിരുന്നു, നല്ല ഖിറാഅത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു പോലും ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്, ഉഖബ യഅരിദു അലയ്യ ശൈഅൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് എനിക്ക് ഓതിത്തരൂ ഉഖബ. ഉഖബ റളിയല്ലാഹു അൻഹു ഓതുന്നു. ഫയജ്അലു യഖറഉ മിൻ ആയാതില്ലാഹി മാ യതയസ്സർ വഉമറു യബ്കി ഹത്താ തുബല്ലില ദുമൂഉഹു ലിഹ്യത. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീര് കൊണ്ട് താടിരോമം പോലും നനഞ്ഞു പോകുന്നു. കണ്ണുനീര് കൊണ്ട് ഉഖബ തങ്ങൾ ഇങ്ങനെ ഓതും. ഉമർ തങ്ങൾ കേട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഫാറൂഖ് റളിയല്ലാഹു, അത്രയും വലിയ ആലിമായി ഖാരിആയി മുഹദ്ദിസായി മാറിയ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി ഇൽമിന്റെ യാത്രയിലേക്ക് പ്രവേശിച്ചു. ഒരുപാട് കിതാബ് എഴുതിയപ്പോ ചില ആളുകൾ ചോദിച്ചു, എത്ര കാലമാണ് എഴുതുന്നത്? മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസിയോടായി ചോദിച്ചത്, എത്ര കാലമാണ് നിങ്ങൾ ഈ കിതാബ് എഴുതാൻ തുടങ്ങിയിട്ട്? കാലം കുറെ ആയല്ലോ, എന്താ എഴുത്ത് നിർത്താത്തത്? മഹാനവറുകൾ പറഞ്ഞു, ലഅല്ലൽ കലിമത്തല്ലതി ഫീഹാ നജാതി ലം തുക്തബ് ബഅദ്. ഒരുപക്ഷേ എന്റെ ജീവൻ അല്ലാഹു രക്ഷ തരുന്ന, നാളെ ഞാൻ രക്ഷപ്പെടാൻ കാരണമാകാൻ പോകുന്ന ഒരു വാക്ക് ഒരുപക്ഷെ ഇപ്പോഴും എഴുതപ്പെട്ടിട്ടുണ്ടാവില്ല. ഇനി ഞാൻ എഴുതാൻ പോകുന്നില്ലായിരിക്കും അത് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതട്ടെ, നിർത്തുന്നില്ല, യാത്ര തുടരട്ടെ. വിജ്ഞാനത്തിന്റെ യാത്ര, അത് സ്വഹാബത്തിന്റെ മാതൃകയാണ്. വിജ്ഞാനത്തിന് വേണ്ടി ചെയ്ത ത്യാഗം. ചില ആളുകൾ അവരുടെ ഭാര്യ ഒരുപാട് കിതാബ് ഒരുപാട് കിതാബ് വാങ്ങിച്ചു കൂട്ടിയപ്പോ ഭാര്യ പറഞ്ഞു, ഒരുപാട് പൈസ നിങ്ങൾ ചെലവാക്കിയല്ല കിതാബ് വാങ്ങാൻ, എനിക്ക് ചുരിദാർ വാങ്ങി തന്നൂടായിരുന്നു ആ കാശുകൊണ്ട്. എന്നിപ്പോ നമ്മളെ നാട്ടിലത്തെ പെണ്ണുകളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, എത്ര കിതാബാ നിങ്ങളാ വാങ്ങിക്കൂട്ടിയത്? അപ്പൊ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ മറുപടി? ഭാര്യയോട് പറയാണ്, وقائلة أنفقت في الكتب ما حوت يمينك من مال فقلت دعيني لعلي أرى فيها كتابا يدلني لأخذي كتابي آمنا بيميني. ഒരുപാട് കാശ് കിതാബ് വാങ്ങാൻ ചെലവഴിച്ചു എന്ന് എന്നെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന എന്റെ ഭാര്യ, ഒന്നറിയണമേ, ഒരു പക്ഷേ എന്റെ കിതാബ്, അള്ളാഹു നൽകുന്ന അമലുകളുടെ കിതാബ്, വലത് കൈയിൽ വാങ്ങിക്കാൻ എന്നെ സഹായിക്കാൻ പോകുന്ന ഗ്രന്ഥം ഒരു പക്ഷേ ഇപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ഒരു ഗ്രന്ഥം കൊണ്ടായിരിക്കും എന്റെ ഹിദായത്ത് അല്ലാഹു നൽകുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ഗ്രന്ഥം വാങ്ങിക്കൂട്ടുന്നത് നാളെ എന്റെ കിതാബ് വലത് കൈയിൽ വാങ്ങിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിർത്തുന്നില്ല എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വലിയ ആലിമായത്, പണ്ഡിതനായത് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ ഒരു ആലിം കൊടുത്ത മറുപടി, ഇൽമ പഠിക്കാൻ വേണ്ടി എണ്ണ കത്തിക്കാനുള്ള എണ്ണ വാങ്ങിക്കാൻ ഞാൻ ചെലവഴിച്ച സംഖ്യ ഒരുപക്ഷെ അതിലേറെ എന്റെ കൂട്ടുകാർ മദ്യക്കുപ്പി വാങ്ങാൻ ചെലവഴിച്ചിട്ടുണ്ടാകും. മദ്യം വാങ്ങാൻ അവർ ചെലവഴിച്ചതിലേറെ എന്റെ തിരിയിൽ എണ്ണത്തിരിയിൽ കത്തിക്കാൻ വേണ്ടി എണ്ണ വാങ്ങിക്കാൻ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. അത്രയും സമ്പാദ്യം ഇൽമിന് വേണ്ടി ചെലവഴിച്ചു. മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ കച്ചവടത്തിന് കിട്ടിയ ലാഭത്തിൽ മുഴുവൻ ചെലവഴിച്ചത് ഇമാം ബുഖാരി തങ്ങളുടെ കിതാബായ സ്വഹീഹും അദബുൽ മുഫ്രദ് ഒക്കെ രേഖപ്പെടുത്താനാണ്.
യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു അത്രേ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചത്. അത്രയും വലിയ ത്യാഗം ഇൽമിന് വേണ്ടി നമ്മൾ ചെയ്യാൻ തയ്യാറാവുന്നു. സ്വഹാബത്ത് അത് ചെയ്തു, നമുക്കും അത് ചെയ്തുകൂടെ? അതുമാത്രമല്ല, സ്വഹാബത്ത് ത്യാഗസന്നദ്ധരാണ്, എന്തിനും സന്നദ്ധർ. നബിയുടെ സ്വഹാബിയായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു മുഖൗഖിസ് രാജാവിനോട് ചെന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ആലോചിക്കണം. വമാ മിന്നാ റജുലുൻ ഇല്ലാ വഹുവ യദ്ഉ റബ്ബഹു സ്വബാഹൻ വമസാഅ അയർസുഖുഹു അശ്ശഹാദ. മുഖൗഖിസ് രാജാവേ, നിങ്ങൾക്ക് കേൾക്കണമോ? ഈജിപ്തിന്റെ മുഖൗഖിസിനോടാ പറയുന്നത്, ഞങ്ങളിൽ ഓരോരുത്തരും രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനോട് ചോദിക്കുന്നത്, നാട്ടിലേക്ക് ഞങ്ങളെ മടക്കല്ലേ, ജന്മനാട്ടിലേക്കോ കുടുംബത്തിലേക്കോ തിരിച്ചയക്കല്ലേ, ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണമെന്നാണ്. ഞങ്ങൾക്കാർക്കും വീട്ടിലേക്ക് തിരിച്ചു പോവണല്ലോ, മക്കളെ കാണണല്ലോ എന്ന വിഷയമേ ഇല്ല. വഇന്നമാ ഹമ്മുനാ മാ അമാമനാ, ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം ഈ ഇസ്ലാമാണ്, ദീനാണ്, അതിനു വേണ്ടി ഒരുങ്ങി വന്നതാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കല്ലേ, അതുകൊണ്ട് സാധ്യമല്ല എന്ന് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഈ ത്യാഗം അവർ ചെയ്തെന്നറിയോ? എന്തെങ്കിലും കിട്ടാനാണോ? പൈസ കിട്ടാനാണോ? ഇല്ല, ഒരു കാശുമില്ല. ഇസ്ലാമിലേക്കെന്ന് വരുമ്പോൾ മുസ്ലിമീങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഫുഖറാ സ്കീമാരായിരുന്നു. ഇമാമുന ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസുണ്ട്. മഹാനായ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അവരെ ഒരു തരം ചീര അവരെ കൃഷി ചെയ്യാറുണ്ട്. മദീനയിലെ ഒരു പെണ്ണ് എല്ലാ വെള്ളിയാഴ്ചയും ആ ചീരയുടെ വേര് മാത്രം, അതിന്റെ ഇലയും തണ്ടൊക്കെ അവർ വിൽക്കും. ആ വേര് മാത്രം കഴുകി ഒരു പിടി മാവും ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ചൂടാക്കി ഈ ചീരവേരും വെച്ചിട്ട് അവരൊരു പായസം പോലെ ഒരു ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ടേസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കി, എന്താണ്? പായസമല്ല, അതിൽ പാലില്ല, മധുരമില്ല, ഒന്നുമില്ല. ചീരയുടെ വേര്, കുറച്ചൊരു പിടി മാവ്, ചുടുവെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് എന്തോ ഒരു സാധനം. മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു പറയാണ്, സഹ്ൽ ഇബ്നു സഅദ് എന്നവർ, വിശന്നിട്ട് ഞങ്ങൾ എരിപിരി കൊള്ളുമ്പോ വെള്ളിയാഴ്ച ആവേണമേ എന്ന് ഞങ്ങൾ കൊതിച്ചു പോവാറുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ സഹിച്ച കഷ്ടപ്പാടിന്റെ അവസ്ഥകൾ അങ്ങനെയാണ്. എന്തിനാണെന്നറിയോ? ആ ജുമുഅ കഴിഞ്ഞാൽ ഈ പെണ്ണ് ജുമുഅ കഴിഞ്ഞ് വരുന്ന ആളുകൾക്കൊക്കെ ഈ ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി ജുമുഅ ആയി കിട്ടിയെങ്കിൽ എന്ന് ഞങ്ങൾ കൊതിച്ചിരുന്ന പോലെ. ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, മുൻകാലത്തൊക്കെ ദർസിന് പോകുന്ന എന്തിനാ? ഒരു 5 നേരം അല്ലെ 2 നേരം 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഠിച്ച് തലബത്തുൽ ഇൽമ ലിഗൈരില്ലാഹ് ഫഅബാ അൻ യകൂന ഇല്ലാ ലില്ലാഹ്, അങ്ങനെ ഇൽമ പഠിച്ചവരുണ്ട്. ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച പോയത്, പിന്നെ ഇൽമിന്റെ രസം അറിഞ്ഞപ്പോ പട്ടിണി കിടന്നാലും പഠിച്ചേക്കാമെന്നായി മാറും, പിന്നെ മനസ്സ് മറിയും. അപ്പോ മഹാനായ സഹ്ൽ തങ്ങൾ പറയാ, ആ ദാരിദ്ര്യമുള്ള കാലത്താണ് ഇവരൊക്കെ ദീനിലേക്ക് വന്നത്. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, ഒന്നുമല്ല. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഒരു അറാബിയുടെ ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞ് ഖൈബറിലെ സ്വത്തൊക്കെ ഓഹരിച്ചപ്പോ ഒരു അറാബി മുസ്ലിമായ ആളാണ്, അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം തിരിച്ചു വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, ആ അറാബിക്ക് കൊടുക്കേണ്ട ഖൈബറിലെ ഗനീമത്തിന്റെ ഓഹരി അയാൾക്ക് കൊടുത്തേക്കണം. അപ്പൊ അയാൾ വന്നു, സ്വഹാബി വന്നു. സ്വഹാബിമാർ പറഞ്ഞു, നബി തങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞ ഇതെന്താ? ഖൈബറിൽ കിട്ടിയ യുദ്ധം മുതലിൽപ്പെട്ടതാണ്, അത് നിങ്ങളുടെ ഓഹരി, നിങ്ങളവിടെ ഇല്ലായിരുന്നു നബി ഓഹരി വെച്ചപ്പോ, അതിനുള്ളതാണ്. എന്താ സ്വഹാബി പറഞ്ഞെന്നറിയോ? നമ്മളിപ്പോൾ ഉദുഹിയത്തിന്റെ ഇറച്ചി കിട്ടിയില്ലെങ്കിൽ മഹലിൽ ഗുൽമാലുണ്ടാക്കൂലേ? എന്നും ഇറച്ചി തന്നെ തിന്നാലും ഒരു മുടിയാളീച്ചലൊക്കെ ഉണ്ടാകുമ്പോഴേ ചെറിയൊരു വൈക്കുട്ടിനെയൊക്കെ അറുത്തിട്ടുണ്ടാവുള്ളൂ ചിലപ്പോ. അതിപ്പോ പെണ്ണിന്റെ വീട്ടുകാരും ആണിന്റെ വീട്ടുകാരും അസിലും മുരട്ടക്ക് കൊടുക്കാൻ തന്നെ ഉണ്ടാവില്ല. പിന്നെ കെട്ടിച്ചോടത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതിയും കച്ചറയും എന്തൊക്കെയാ. നമ്മൾ വല്ലാത്ത മനുഷ്യന്മാരാണ്. അറാബി പറയാ, യാ റസൂലല്ലാഹ്, നബിയെ, ഈ പൈസക്ക് വേണ്ടിയാ ഞാൻ മുസ്ലിം ആയതെന്നാ നബിയെ നിങ്ങൾ വിചാരിച്ചത്? എനിക്കിത് വേണ്ട നബിയെ. അറാബി പറഞ്ഞതാ നബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അലാ ഹാദ തബഅതുക, ഞാൻ അങ്ങയുടെ കൂടെ കൂടിയത് ഈ പൈസ കിട്ടാനല്ല നബിയെ. വലാകിൻ ഇത്തബഅതുക അലാ അൻ ഉർമാ ഹുനാ ബിസഹ്മിൻ ഫഅദ്ഖുലൽ ജന്ന, എന്റെ ചങ്കിലേക്ക് ഒരമ്പ് തറച്ചു വരികയും അത് കാരണം ഞാൻ സ്വർഗത്തിലെത്തുകയും ചെയ്യാനാ നബിയെ ഞാൻ അങ്ങയുടെ കൂടെ കൂടിയത്. എനിക്കിത് വേണ്ട നബിയെ, എനിക്ക് പൈസ വേണ്ട എന്ന് ഹബീബിനത് മടക്കി കൊടുത്ത സ്വഹാബിയുണ്ട്. നബി ഞങ്ങൾ എന്ത് പറഞ്ഞു? ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക,
സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ഈ കൊതിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ചങ്കിൽ അമ്പ് തറച്ച് ഷഹീദാവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, യസ്ദുഖുക, ആ വിഷയം അല്ലാഹു സത്യമായി പുലർത്തിത്തരും. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു യുദ്ധത്തിന് എഴുന്നേൽക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ പോലെ ആ സ്വഹാബിയുടെ ചങ്കിലേക്ക് അമ്പ് തറച്ചു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അഹുവ അഹുവ, അത് നേരത്തെ പറഞ്ഞ ആ സ്വഹാബിയാണോ? നഅം നബി, അയാൾ തന്നെയാണ്. സ്വദഖല്ലാഹ് ഫസ്വദഖഹുല്ലാഹ്, അല്ലാഹുവിനോട് സത്യം പറഞ്ഞപ്പോ ആ വിഷയം സത്യമായി അല്ലാഹു പുലർത്തി കൊടുത്തു. ഹബീബിന്റെ ജുബ്ബയിലാണ് ആ സ്വഹാബിയെ നബി തങ്ങൾ കഫൻ ചെയ്തത്. ഹബീബായ നബി തങ്ങളാണ് അവർക്ക് വേണ്ടി നിസ്കരിച്ചു കൊടുത്തത്. വദആല, അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുജാഹിദൻ ഫീ സബീലിക ഫഖുതില ഷഹീദാ വഅന അലൈഹി ഷഹീദ്. റബ്ബേ, നിനക്ക് വേണ്ടി പുറപ്പെട്ട ഒരു അടിമയാണ് റബ്ബേ ഇത്, നിനക്ക് ത്യാഗം ചെയ്തതിന് ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം പൈസ ഉദ്ദേശിച്ചുകൊണ്ടല്ല അവർ ദീനിലേക്ക് വന്നത്. എന്തിന്? അള്ളാഹുവിന്റെ അടുത്തുണ്ടല്ലോ അത് മതി എന്നുദ്ദേശിച്ചുകൊണ്ട്. യാ അല്ലാഹ്. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു മുതലാളിയായിരുന്നു. മക്കയിൽ നിന്ന് പോരുമ്പോ മക്കക്കാര് പിടികൂടി മഹാനവറുകളെ സുഹൈബ് എന്നവരെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കച്ചവടം ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയിട്ട് കാശിട്ട് മുങ്ങാണല്ലേ, ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു. സുഹൈബ് റളിയല്ലാഹു അൻഹു നല്ല അമ്പെയ്ത്തുകാരനാണ്, നല്ല ആർച്ചറാണ്. ബഹുമാനപ്പെട്ടവരൊരു കുന്നിന്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു, ഖുറൈശികളെ, ഈ എന്റെ ആവനാഴിയിലെ ഓരോ അമ്പ് കൊണ്ടും ഓരോരുത്തരെ ഞാൻ കൊല്ലും, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കാതെ വിട്ടോളൂ. ഇവർ പറഞ്ഞു, പൈസ തരാതെ വിടൂല. ആ, നിങ്ങൾക്ക് പൈസയാണോ വേണ്ടത്? എനിക്ക് ഇസ്ലാമുമായി മദീനത്തേക്ക് എന്റെ റസൂലിനെ കാണാൻ വേണ്ടി ഞാൻ പോവാൻ, പൈസ വേണോ എന്നാ പറഞ്ഞാ പോരെ. എന്റെ വീടിന്റെ സൈഡിൽ ഇന്നാലിന്ന പാറക്കെട്ടിന്റെ താഴെ ഒരു കുഴി കുഴിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, പൈസ ഒക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നാ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ പൈസ എടുക്കാൻ വേണ്ടി ഓടി കാശ് കിട്ടുകയും ചെയ്തു. സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ സമ്പാദ്യവും കൊടുത്തിട്ട് മദീനത്തേക്ക് കയ്യും വീശി, ഒന്നും കയ്യിലില്ല. വലിയ മുതലാളിയായിരുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മദീനത്തേക്ക് ഇങ്ങനെ വന്ന് ഖുബാ പള്ളിന്റെ അടുത്ത് നബി തങ്ങൾ ഇരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സുഹൈബ് തങ്ങൾ ഇങ്ങനെ വരുന്നത്. സുഹൈബ് എന്നവരെ കണ്ടപ്പോൾ തന്നെ നബി തങ്ങൾ പറഞ്ഞു, റബിഹൽ ബൈഉ റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, റബിഹൽ ബൈഉ യാ അബാ യഹ്യാ. സുഹൈബേ, നിങ്ങളുടെ കച്ചവടം ലാഭമാണ്, നിങ്ങളുടെ കച്ചവടം ലാഭമാണ്. റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, കച്ചവടം ലാഭമാണ് സുഹൈബേ. കണ്ടപ്പോഴേ നബി തങ്ങൾ പറഞ്ഞു. പിന്നെ തിരിച്ചു വന്നിട്ട് കഥ സ്വഹാബിമാർ അറിയുന്നത്, തങ്ങൾക്ക് വഹി വന്നു, നബിയെ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തിട്ടാണ് ഈ പോരുന്നത്. അപ്പൊ എന്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരാൾ കൊടുത്തിട്ട് പാപ്പരാവുന്ന പ്രശ്നമല്ല. ഇനി അങ്ങനെ കയ്യിൽ നിന്ന് കാശ് പോയി എന്ന് വിചാരിക്കുക, കളിയാക്കരുത് മനുഷ്യന്മാർ. കണ്ടില്ലേ, ആ മനുഷ്യൻ എല്ലാം കൊടുത്തിട്ട് പാകം ഒന്നുമില്ലാണ്ടായി പോയില്ലേ. നമ്മൾ പണ്ടേ പാട്ടപ്പേര് വരുമ്പോൾ ആകെ 5 റുപ്യ ഞാൻ കൊടുക്കാറുള്ളത്, 30, 10,000, 1 ലക്ഷം, 2 ലക്ഷം അപ്പുറപ്പം അത് പാപ്പരായി പോകുന്നു. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ പറയാം. അങ്ങനെയൊന്നും പറയരുത്. താൻ തന്നെ വളവനായി എന്നാ വിചാരിക്കണം. 5 റുപ്യ കൊടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിലായി പോകും. കണ്ണിട്ടുകൾ വരെ എടുക്കണ്ടാവില്ല 5 റുപ്യ ചിലപ്പോൾ. അതൊക്കെ കാര്യം ചിലപ്പോൾ പാട്ടപ്പേര് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ഇട്ടെടുത്ത് അള്ളാഹ്ക്കേ അറിയുള്ളൂ കേട്ടോ, നിങ്ങൾക്കും പഠിച്ചവനും അറിയും അല്ലേ. ഇൻഷാ അല്ലാഹ്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളൊക്കെ പറയണ പോലെ സ്വഹാബിമാരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ കീറി പറഞ്ഞൊന്നും ഞാൻ സ്വതക്ക് കൊടുക്കൂല, നാളെ അല്ലാഹു മഹ്ശറിലെ ഒരു കീറിയ വസ്ത്രം ഇന്നാൾ സംഭാവന ചെയ്തതൊക്കെ പറഞ്ഞേക്കണം. മാനക്കേടല്ലേ. അപ്പം ഞാൻ നല്ലതേ അള്ളാഹ്ക്ക് കൊടുക്കുള്ളൂ എന്നാ. അതുകൊണ്ട് കീറിയ നോട്ടൊന്നും ആരും എന്ത് ചെയ്യരുത്, പള്ളി കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പള്ളിൻ്റെ ഭണ്ഡാരപ്പെട്ടിക്കോ ഇട്ടെടുക്കരുത്. നല്ലത് കൊടുക്കുക. നമുക്ക് അതൊക്കെ നാളെ അള്ളാഹു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അപ്പം നല്ലത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷം കാണണം. അള്ളാഹു സന്തോഷം തരട്ടെ. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാ നബി തങ്ങൾ പറഞ്ഞത്, കച്ചവടം ലാഭമായി സുഹൈബേ, ലാഭമായി, ലാഭമായി, കച്ചവടം ലാഭമായി. മഹാനായ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു കച്ചവടം നബി തങ്ങൾക്ക് ചെയ്തു കൊടുത്തു. ഇതൊക്കെ സ്വഹാബികൾ ചെയ്തു എന്ന് പറയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആലോചിക്കണം, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അറബിനെ കിട്ടുമെന്ന് ആദ്യം ആലോചിക്കുക. അറബിനെക്കാട്ടും വലിയ അറബികൾ ഇവിടെ നാട്ടിലുണ്ടാവും ചിലപ്പോൾ. നമ്മളെന്താ ചെയ്യാത്തത്? ഇതാണ് വിഷയം. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ അറബികൾ ഉണ്ടാക്കിയ ഓർക്ക് കിട്ടും പള്ളിൻ്റെ കൂലി, നമ്മളുണ്ടാക്കിയാൽ നമുക്ക് കിട്ടും. അങ്ങനെ സ്ഥലത്ത് പറഞ്ഞിരുന്നു, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒമാനിലൊരു മീൻ പിടിക്കാൻ പോണ അറബി വലിയ പള്ളി ഉണ്ടാക്കിയിട്ട് പള്ളി ഉദ്ഘാടനത്തിന് വന്നേന് കോഴിക്കോട്ട്. കോഴിക്കോട് സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയില്ല, ആ നാട്ടുകാർക്ക് ഇത് അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ വല്ല വയലക്സ് ഇവിടെ
ആരെയും കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ. നമ്മുടെ സ്ഥലം പറയില്ല. പാവം അറബിയാണ്. ഒമാനികൾ തന്നെ മീൻ പിടിക്കാൻ പോകുന്ന അറബികളാണ് അവിടെ. ഒമാൻ അറബികൾ എന്നൊക്കെ പറഞ്ഞാൽ ബസ് ഡ്രൈവർമാർ, ട്രക്ക് ഡ്രൈവർമാർ, അതൊക്കെ ഒമാനികളെ ചെയ്തുകൂടുന്ന് അവർക്ക് വാശിയാണ്. UAE-ലൊന്നും ചിന്തിക്കാൻ പറ്റില്ല അറബികൾ ടാക്സി ഓടിക്കുന്നത്. പക്ഷെ ഒമാൻ അറബികൾ അങ്ങനെ ചെയ്യും. സൗദിയിലൊക്കെ അറബികൾ കാർ ഓടിക്കൂലേ, എന്ത് ടാക്സി ഓടിക്കും. ദുബൈയിലൊന്നും അതില്ലല്ലോ. അത് പോട്ടെ. അപ്പോൾ ഒമാനി പള്ളിയൊക്കെ ഉണ്ടാക്കി റാഹത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടുത്തെ വലിയൊരു മുതലാളിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ഭയങ്കര വീട്. ഇയാൾക്ക് ഈ വീടിൻ്റെ കാർ പോർച്ചിന് എത്ര വലിപ്പമുള്ള വീട് ഒമാനിലുള്ളൂ. അപ്പം ഇങ്ങനെ കൂടെ പോകുമ്പോൾ ഇയാൾ ചോദിക്കുകയാണല്ല, ഇയാൾ എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിൽ? ഒരൊറ്റ പള്ളി ഉണ്ടാക്കിയിട്ടില്ലേ? ഇത് പറയാൻ പറ്റുമോ ഇവരോട്? അപ്പോൾ ഇൻഷാ അല്ലാഹ് പള്ളി എടുത്തെടുക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ എടുത്തെടുക്കുമെന്ന് പറഞ്ഞു. എടുത്തെടുത്തുകൂടെന്ന് അള്ളാഹു ആലട്ടോ. സംഭവം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് ഒരു 8-9 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ഈ സാധു വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഇത്ര വലിയ വീടൊക്കെ ഉണ്ടെങ്കിൽ വലിയ വീടൊക്കെ അള്ളാഹു എടുത്തെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? പള്ളി മേത്ത് കുടിക്കണ ഏർപ്പാട്, അത് അറബുണ്ടായിക്കോട്ടെ, എൻ്റെ കാശ് ഞാൻ കൊടുക്കൂല. അപ്പോൾ നമുക്ക് ഈ ആശയം തലയിൽ കയറാത്തതുകൊണ്ടാണ്. ഇത് കൊടുത്താൽ നഷ്ടമല്ല, നമുക്ക് ലാഭമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉസ്താദ്മാരിങ്ങനെ വേദ പറയാൻ വേണ്ടി വെറുതെ പറയണമെന്ന്. അങ്ങനെയല്ല. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ഇങ്ങനെയാണ് സ്വഹാബത്ത് കണ്ടത്. എല്ലാവരും ഇങ്ങനെ പിഷ്കന്മാരായ ലോകത്ത് വല്ലതും നടക്കുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, ഇത് ഓരോരുത്തരും ആലോചിക്കുക. ഞാൻ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അത് ചെയ്യും. എന്നാൽ കിട്ടും, അള്ളാഹിൻ്റെ അടുത്ത് കിട്ടും. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹാനായ ഹബീബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രധാനായ സ്വഹാബി ഹബീബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ മുമ്പിലേക്ക് സത്യം തുറന്നു പറയാൻ പോയ നേരത്ത്, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ, റിയാദിൽ പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യൻ വളരെ ക്രൂരമായി കൊല ചെയ്ത സ്വഹാബിയാണ് ഹബീബ് റളിയല്ലാഹു തആല. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി റസൂലാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? ഖാല നഅം അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി റസൂലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അടുത്ത ചോദ്യം, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ മുസൈലിമ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന ഫീ ഉദുനി സ്വമമ, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ആര് പറഞ്ഞു? ഹബീബ് റളിയല്ലാഹു അൻഹു. മുസൈലിമന്റെ ആളുകളൊക്കെ ചുറ്റുണ്ട്, കേൾക്കുന്നില്ല പോൽ. അതുകൊണ്ട് ഹബീബിന്റെ കാലിൽ നിന്ന് ഒരിറച്ചി കഷ്ണം മുറിച്ചെടുക്കണം. എങ്ങനെ നമ്മുടെ ഇറച്ചിക്കടയിൽ നിന്നൊക്കെ ഇറച്ചി മുറിച്ചെടുക്കുന്ന പോലെ കാലിന്ന് പച്ചയിൽ ഇറച്ചി കഷ്ണം മുറിച്ചെടുത്തു. ചോരയിൽ കുളിച്ച് വേദന കൊണ്ട് പുളയാണ്. അടുത്ത ചോദ്യം വന്നു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന ഫീ ഉദുനി സ്വമമ, ഞാൻ കേൾക്കണില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ചോദിക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നല്ല മറുപടി. ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ഓരോരോ കഷ്ണങ്ങൾ ഇറച്ചി മുറിച്ചെടുത്ത് അവസാനം ചെവിയും മൂക്കും വരെ മുറിച്ചെടുക്കപ്പെട്ട് ചോരവാർന്നു മരിച്ച സ്വഹാബിയാണ്, ഷഹീദായ സ്വഹാബിയാണ് ഹബീബ് റളിയല്ലാഹു തആല. ആ മോന്റെ വിവരം പ്രിയപ്പെട്ട ഉമ്മാക്ക് ലഭിക്കുമ്പോൾ ആ ഉമ്മ പറയുകയാണ്, മിൻ അജലി ഹാദൽ മൗഖിഫി അഅദതു, ഇങ്ങനെ ധീരമായി ആൺകുട്ടിയായി ജീവിക്കാനാണ് ഞാൻ എന്റെ മോനെ വളർത്തിക്കൊണ്ടുവന്നത്. വഇൻദല്ലാഹി ഇഹ്തബസ്തു വഇൻദല്ലാഹി ഇഹ്തസബ്തുഹു, അല്ലാഹുവിന്റെ മുമ്പിൽ കൂലി ലഭിക്കുമെന്ന് ഞാൻ എന്റെ മോനെ സംബന്ധിച്ച് വിചാരിക്കുന്നു. ലഖദ് ബായഅ റസൂലല്ലാഹി ലൈലത്തൽ അഖബതി സഗീറാ, അഖബ ഉടമ്പടി നടക്കുമ്പോ അന്ന് രാത്രിയിൽ ഹബീബിന്റെ മുമ്പിൽ ഒന്ന് കൈപിടിച്ച് അഖബ ഉടമ്പടി നടക്കുമ്പോ മദീനക്കാർ ഹബീബിനോട്, നബിയേ ഞങ്ങൾ അങ്ങയോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കും നബിയേ, ലൗ ഖുൽത ബഹറൻ ലഖുൽനാ മഅക്, നിങ്ങൾ സമുദ്രത്തിലേക്കാണ് പോകാൻ പറഞ്ഞതെങ്കിൽ ഞങ്ങൾ സമുദ്രത്തിലേക്ക് എടുത്ത് ഓടും നബിയേ, അങ്ങ് പറഞ്ഞത് ഞങ്ങൾ ചെയ്തേക്കുമെന്ന് ഹബീബിന് വാക്ക് കൊടുക്കുന്ന ആ അഖബ ഉടമ്പടി നടക്കുമ്പോ എന്റെ മോൻ ഹബീബ്
ഹബീബ് ചെറിയ കുട്ടിയായിരുന്നു. എന്റെ മോൻ ഹബീബിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഹബീബിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് മുതിർന്ന വലിയ മനുഷ്യനായതിന് ശേഷം ചെറുപ്പത്തിൽ കൊടുത്ത വാക്കാണ് എന്റെ മോൻ ഹബീബ് ഇപ്പോൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. ഫഹമിത്തുല്ലാഹ തആല അലൈഹി കസീറാ. എന്റെ മോൻ അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്തതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയാണ് ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അതിനാ എന്റെ മോനെ ഞാൻ വളർത്തിയത്. എന്റെ മോൻ ആൺകുട്ടിയായി ജീവിക്കണം, ഈമാനിന്റെ കരുത്തിൽ ജീവിക്കണം എന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കുട്ടികൾ ചോറ് കഴിക്കണമല്ലോ നമ്മാരെ വലിയ പരാതി ഉണ്ടാവും. എല്ലാ ഉമ്മാർക്കും ഉണ്ടാവും. ലോകത്തെ ഉമ്മാർക്കല്ല, മലയാളികളായ ഉമ്മാർക്കൊക്കെ ഉള്ള പരാതി. 2 വയസ്സോ 1 വയസ്സോ 1.5 വയസ്സൊക്കെ ഉള്ള എന്റെ കുട്ടി തിന്നൂല. ഡോക്ടറോടൊക്കെ പറയില്ല, വലിയ കുറ്റം അതാണ്, എന്റെ കുട്ടി തിന്നണില്ല. കുട്ടിക്ക് വിശന്ന കുട്ടി താനെ തിന്നും. കുട്ടിക്ക് ഇതൊക്കെ ആയിട്ട് എന്തില്ല, വിശപ്പുണ്ടാവില്ല. കുട്ടിക്ക് 10 തൊട്ടൊക്കെ തിന്നാൻ കൊടുക്കണ ഉമ്മാരുണ്ട്. ഉരുട്ടി ആനക്ക് തിന്നാൻ കൊടുക്കണ പോലെ കുട്ടിനെ കഴിയോ എന്നും വാറ്റി നോക്കുക. അങ്ങനത്തെ എത്ര മക്കളുണ്ടെന്നാ ഉമ്മാന്റെ പരാതി, കുട്ടി തിന്നണില്ല എന്നാ. അപ്പൊ എന്തിനാ കുട്ടിനെ നല്ല തടിയനായിട്ട് ഉണ്ടാക്കാനാണ് ഇപ്പൊ ഉമ്മാര് രക്ഷ. അതാണ്. ഉമ്മാക്ക് കുട്ടിക്ക് ആഫിയത്ത് ഉണ്ടാവണം എന്നാണെങ്കിൽ അല്പം തിന്നാൻ കൊടുത്താൽ മതി എന്നാ. ഗസാലി ഇമാമൊക്കെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഇഹയിലൊക്കെ. ഉമ്മ മക്കളക്ക് തർബിയത്ത് ചെയ്യുമ്പോ കൂടുതൽ വയറ് നിറച്ച് തിന്നുന്ന കുട്ടികളെ കാണിച്ചു കൊടുക്കരുത് എന്നാ. മിതമായി തിന്നുന്ന കുട്ടികളെ കാണിച്ചു കൊടുക്കുക. നമ്മളെന്താ പറയാ, ഉമ്മക്ക് ഉമ്മ കാണില്ലേ, ഓൻ കണ്ടില്ലേ എത്ര ചോറ വെച്ചത് കല്യാണത്തിന് ഈ ഇങ്ങനെ ചോറിൽ കളിച്ചിരുന്നോ എന്ന് പറയും അല്ലേ. എന്നിട്ട് വാപ്പി മകനും ചോറ് വയ്ക്കാൻ പോയ കഥ ഉണ്ട്, കേട്ടിട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല. ചോറ് വയ്ക്കാൻ പോയിട്ട് വാപ്പി മോനും അടിച്ചു മാറി തിന്നാണ് കല്യാണത്തിന്. വിളിക്കാതെ കല്യാണത്തിന് പോകണമല്ലോ പോയി നാട്ടിലില്ലല്ലോ. നമ്മുടെ കല്യാണ മണ്ഡപങ്ങളിൽ വെക്കണ പരിപാടിയൊക്കെ പൊട്ടലാണെന്നാ കേട്ടത്. വിളിക്കാത്തവര് വന്ന് ചോറ് വെച്ച് പോവാണേ. എന്താ ചെയ്യാ, പച്ച ഹറാമല്ലേ വിളിക്കാതെ ചെല്ലാന്ന് പറഞ്ഞാൽ. നാട്ടുകാരും ആ കുടുംബക്കാരുടെ ഒരു ബന്ധമില്ല. അപ്പൊ വാപ്പ ഭയങ്കര ചോറയ്ക്കുണ്ട്. വാപ്പ ചോറയിച്ച് കഴിയുമ്പോൾ വാപ്പയും മോനും അടുത്തുണ്ട്. വാപ്പാന്റെ ആഗ്രഹം മോൻ നന്നായി തിന്നണം എന്നാണ്. അങ്ങനത്തെ മക്കള് നമ്മൾ മന്തിയും കുഴിമന്തിയും ബ്രോസ്റ്റ് ഇതൊക്കെ തന്നെയല്ലേ. ചുട്ട കോഴി, ഊടണ കോഴി, കൂക്കിപ്പാറിയ കോഴി, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ നാട്ടിലത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ്. നമ്മളാകെ വളർത്തുന്നത് തിന്നാൻ വേണ്ടി ഇരിക്കുന്ന പോലെ. അപ്പൊ വാപ്പ ചോറയിക്കുമ്പോൾ മകൻ 1 ഉരുള ചോറ് 1 ഗ്ലാസ് വെള്ളം, 1 ഉരുള ചോറ് 1 ഗ്ലാസ് വെള്ളം. ചോറ് വെച്ച് കഴിഞ്ഞതിന് ശേഷം കല്യാണ പന്തലിനെ മകനെ കൊണ്ടുപോയിട്ട് 2 അടി കൊടുത്തു വാപ്പ. അപ്പൊ മോൻ ചോദിക്കുക, വാപ്പ നിങ്ങൾ എന്തിനാ പിന്നെ തല്ലിയത്? മോനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചോറിട്ടുമ്പോൾ ആ നേരത്തൊക്കെ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിനക്ക് ചോറ് പള്ളി നിൽക്കുമോ? അവിടെയൊക്കെ ചോറ് തിന്നിട്ട് വെള്ളം നിറക്കേണ്ട സ്ഥാനത്ത് വെള്ളം കുടിച്ച് വെള്ളം നിറക്കണോ? അപ്പം മോൻ പറഞ്ഞു, വാപ്പാ അതെ, ഈ ചോറ് വെച്ച ഒപ്പം തന്നെ വെള്ളം കുടിച്ച് പിന്നെ ചോറ് പിന്നെ വെള്ളം കുടിച്ചാൽ വയറിങ്ങനെ വലുതായി വരുന്നു, അടുത്ത ട്രിപ്പിൽ നന്നായി തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതിൽ വാപ്പ 2 അടി പിന്നെയും കൊടുത്തു. എന്തിനാ വാപ്പ നിങ്ങൾ ഇന്നപ്പം ഈ തല്ലിയത്? ഇങ്ങനെ ഒരു ഇൽമ എൻ്റെ അടുത്തുണ്ടായിട്ട് എന്ത് എനിക്ക് പറഞ്ഞുതരാഞ്ഞത്. മനുഷ്യന്മാർ മക്കളെ വളർത്തുന്നത് അവർക്ക് തിന്നാൻ കൊടുക്കണതൊക്കെ നല്ലതാണ്. പാകത്തിന് തിന്നാൻ കൊടുക്കാന്നാ പറയാം. കുറേ തിന്നുന്ന മക്കളെ കാണിച്ചു കൊടുക്കരുതെന്നാ ഗസാലി ഇമാം പറഞ്ഞത്. കുറച്ച് തിന്ന മക്കളെ കണ്ടില്ല, ഇവനെ പോലെ ആവണം, തീറ്റപ്രിയനാവരുത്, മാന്യ കുറച്ച് തിന്നാൽ മതി, ആവശ്യത്തിന് തിന്നാൽ മതി എന്ന് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്നാ. അപ്പോ മഹാനായ ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാ, എന്റെ മോനെ ഞാൻ വളർത്തിയത് തന്നെ 1-ാം നമ്പർ ആൺകുട്ടിയായിട്ട് ധീരമായി ജീവിക്കാനാണ്. എന്റെ മോൻ ചെറിയ കുട്ടിയായിരുന്ന ആ പ്രായം മുതൽ ഞാൻ എന്റെ മോനെ വളർത്തുന്നത് ഈ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്, ഈ ഇൽമു കൊടുത്തിട്ടാണ്. ഹബീബായ നബി തങ്ങളോട് അഖബായുടെ രാത്രിയിൽ ഹബീബിന്റെ കൂടെ ബൈഅത്ത് ചെയ്ത മോനാണ് എന്റെ മോൻ. അന്ന് ചെറിയ കുട്ടിയാണ്, ഇന്നിപ്പോ വലുതായി. നബിക്ക് അന്ന് കൊടുത്ത വാക്കാണ്. മുസൈലിമയുടെ മുമ്പിൽ പോലും പതറാതവൻ വാക്ക് പാലിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലും, എന്റെ മോൻ അള്ളാഹു കബൂലാക്കി എന്ന സന്തോഷത്തിൽ പോവുകയാണ്, എന്റെ മോൻ എനിക്ക് സ്വർഗത്തിൽ കാണണം എന്ന് പറഞ്ഞു പോയ ഉമ്മയാണ് ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹാ. ഹബീബ് എന്നവരുടെ ഉമ്മ, ഹബീബിന്റെ സ്വഹാബിയത്തായിരുന്ന ഉമ്മ റളിയല്ലാഹു തആല അൻഹാ. നമ്മുടെ മക്കളിൽ ഇങ്ങനെ ഒരു നല്ല ബോധം, മക്കൾ ഇസ്ലാമിക സംസ്കാരമുള്ളവരായി ആദർശബോധമുള്ളവരായി വളരണം എന്ന ആഗ്രഹം. ഹബീബിന്റെ ദീനിന് ഒരുപാട് ത്യാഗം ചെയ്യാൻ, പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ച സ്വഹാബിയായിരുന്നു ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം വഴിതെറ്റി ജീവിച്ചു, എന്നാൽ ഞാൻ അത്രയും കാലം ഇനി അള്ളാഹ്ക്ക് വേണ്ടി പകരം നൽകട്ടെ എന്ന് പറഞ്ഞ സ്വഹാബിയാണ്. ദാറുൻ നദ്വ എന്ന് പറയുന്നൊരു വീട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറുൽ അർഖമും ദാറുൻ നദ്വയും
2 വീടാണെന്ന മക്കയിലുള്ളത്. പ്രധാനപ്പെട്ട അന്നത്തെ വലിയ ഓഡിറ്റോറിയം എന്ന് പറയാൻ പറ്റുന്ന വീട്. ദാറുൻ നദ്വയിൽ ശത്രുക്കൾ ഒരുമിച്ച് കൂടും. ഇസ്ലാമിനെതിരെ അവർ പ്ലോട്ട് ചെയ്യുന്നത് ദാറുൻ നദ്വയിലാണ്. മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന വീട് ദാറുൽ അർഖമാണ്. അൽ അർഖം ഇബ്നു അബിൽ അർഖം എന്ന് പറയുന്ന 16 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ വീടാണത്. 16കാരന്റെ വീടായിരുന്നു അത്. നബിയെ, എന്റെ വീട് അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞ സ്വഹാബിയാണത്. ആ വീട്ടിലാണ് നബിയും സ്വഹാബികളും കൂടല്. പക്ഷേ ദാറുൻ നദ്വ അന്ന് വിറ്റപ്പോ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിന്റേതാണ് ദാറുൻ നദ്വ. ഇസ്ലാമിന്റെ വിരുദ്ധമായി ജീവിച്ചിരുന്ന, ഇസ്ലാമിന്റെ ശത്രുവായി ജീവിച്ചിരുന്ന ഹക്കീം എന്നവരെ ഒരു പ്രായശ്ചിത്തം ചെയ്യണല്ലോ ഇതിന്. ദാറുൻ നദ്വ ബഹുമാനപ്പെട്ടവർ വിൽക്കുകയാണ്. 1,00,000 ദിർഹമിന് വിറ്റു മഹാനായ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ദാറുൻ നദ്വ. 1,00,000 രൂപയ്ക്ക് വിറ്റു. 1,00,000 ദിർഹമിന്. അന്നത്തെ കാലത്ത് 1,00,000 വിലയുള്ളത് വലിയ അത്ഭുതമാണല്ലേ. ഒരു വീടിന് 1,00,000 ദിർഹം മക്കയിൽ അന്ന് വില ഉണ്ട്. എത്ര? 1400 കൊല്ലം മുമ്പ് മദീനത്തെ ഒരു വീടിന്റെ വില. മക്കയിലെ ഒരു വീടിന്റെ, മക്കയിലാണ് ദാറുൻ നദ്വ. 1,00,000 ദിർഹമിന്. അപ്പൊ അതിന്റെ മൂല്യം എത്രയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. അപ്പോഴാണ് ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചത്, ബിഅത മക്റമത ഖുറൈശിൻ യാ ഹകീം. ഖുറൈശികളുടെ അഭിമാന സ്തംഭമായിരുന്ന ദാറുൻ നദ്വയാണോ ഹക്കീമേ നിങ്ങൾ വിൽക്കുന്നത്? ഖുറൈശികളുടെ അഭിമാനമല്ലയോ നിങ്ങൾ വിറ്റുതുലച്ചത്? മഹാനായ ഹക്കീം എന്നവിടെ മറുപടി വന്നു, യാ ബുനയ്യ, മോനെ, ദഹബത്തിൽ മകാരിമു കുല്ലുഹാ വലം യബ്ഖ ഇല്ല തഖ്വാ. എല്ലാ അഭിമാനവും കഴിഞ്ഞില്ല മോനെ. മുസ്ലിമായ മനുഷ്യന് തഖ്വയല്ലാതെ മറ്റെന്താണുള്ളത്? തഖ്വയല്ലാതെ മറ്റെന്താ വേണ്ടത്? അഭിമാനം, എന്തഭിമാനം? അള്ളാന്റെ റസൂലിനെ കൊല്ലണമെന്ന് തീരുമാനിക്കാൻ നമ്മളൊക്കെ കൂടിയിരുന്ന വീടാണോ അഭിമാനത്തിന്റെ വീട്? അതെല്ലാം ഞാൻ കൊടുക്കുന്നു. വമാ യസുറുക യാ ബുനൈ അൻ നശ്തരിയ ബിഹാ ദാറൻ ഫിൽ ജന്ന. ആ വീട് ഞാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അതിന്റെ മൂല്യം നൽകുകയും ആ പൈസ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്തിട്ട് അതിന് പകരം സ്വർഗത്തിൽ ഞാനൊരു വീട് വാങ്ങുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് ആ മോനെ ചിന്തിപ്പിച്ചു ഹക്കീം റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉണ്ടാവും. തിന്മ ചെയ്തവർക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. കുറേ ആളുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുണ്ട്. അതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് ചെയ്യാം. നാട്ടിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊക്കെ പ്രശ്നം തീർക്കാൻ കഴിയുമായിരുന്ന ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വരുമ്പോൾ ഇതിനൊക്കെ വലിയ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. എൻ്റെ വലിയ വിഷമവും സങ്കടവും ഒന്ന് ഇത് തന്നെയാണ്. പള്ളിക്ക് മുമ്പിൽ പള്ളിയും ജുമഅക്ക് മുമ്പിൽ ജുമഅയും ബാങ്കിന്റെ മുമ്പിൽ തന്നെ ബാങ്കും മദ്രസക്ക് മുമ്പിൽ തന്നെ വേറെ മദ്രസയും കെട്ടിയിട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും വലിയ പ്രായശ്ചിത്തം അതിനൊക്കെ പകരം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കും. പക്ഷേ അതുകൊണ്ടൊക്കെ ഉമ്മത്തിലുണ്ടാക്കുന്ന മുറിവ് അള്ളാഹു ഈ പള്ളി ഉണ്ടാക്കിയതുകൊണ്ടൊന്നും പുറത്തെടുക്കൂല. കാരണം ഉമ്മത്തിന്റെ വഹദത്ത്, ഉമ്മത്തിന്റെ ഐക്യം പള്ളിയേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ മസ്ജിദ് ദിറാർ നിങ്ങൾ ചെയ്യല്ലേ എന്ന് മദീനക്കാരോട് പറഞ്ഞത്. പൊളിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. തീ കൊടുത്തു എന്നാ മസ്ജിദ് ദിറാറിന്. അങ്ങനത്തെ മസ്ജിദ് ദിറാറുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മഹല്ലുകളിൽ നടക്കുകയാണ്. മനുഷ്യന്മാരുടെ പൈസയല്ലേ ഈ കളഞ്ഞു കുളിക്കുന്നത്? ആ സങ്കടം എനിക്കുണ്ട്. മനുഷ്യന്മാരുടെ പൈസയല്ലേ ഇതൊക്കെ? പള്ളി വേണം നാട്ടിൽ നിന്ന് പറഞ്ഞ പള്ളി ഉണ്ടാക്കുക. എന്തിന്? ബാങ്കിന്റെ മുമ്പ് തന്നെ പിന്നും ബാങ്ക്. എന്തിനത്? എന്തിനാണ് നമ്മളങ്ങനെ കളിക്കുന്നത്? ബാലകൃഷ്ണ പിള്ളൊക്കെ ഇപ്പം എന്താ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിനിപ്പോൾ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കാൻ നടക്കുക. നമുക്കും അയാൾ പറഞ്ഞത് തെറ്റാണ്, ശരിയാണ്. അയാൾ പറഞ്ഞത് 100% തെറ്റാണ്. പക്ഷേ നമുക്കും ചില ബാധ്യതകളില്ലേ ഈ വിഷയത്തിലൊക്കെ? ഒരു ബാങ്ക്, ഒരു പള്ളി, ഒരു ജുമുഅ വേണ്ടിടത്താണ് നമ്മൾ 4-5 റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പള്ളി, അല്ലേ? ഇതൊക്കെ നമ്മളും ചെയ്യുന്നില്ലേ? ഏത് ബാങ്കിനെ ഇജാബത്ത് കൊടുക്കുക? ഏതെങ്കിലും ഒരു കാലത്ത് കുറച്ച് നല്ല തലമുറ, ഇപ്പോൾ ഫിത്നന്റെ തലമുറയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ നന്നാവാം എന്ന് തോന്നുന്ന ഒരു കാലം വരുമ്പോൾ ഈ പള്ളിയൊക്കെ പൂട്ടിയിട്ട് ലൈബ്രറി ആക്കാൻ പറ്റുമോ? പള്ളിയായിട്ട് തന്നെ കിടക്കണ്ടേ? ആ മുറിവ് ഉണങ്ങാതെ കിടക്കൂലേ ഖിയാമത്ത് നാൾ വരെ? അതുകൊണ്ട് ഏതെങ്കിലും ഒരു മഹല്ലത്തിൽ ഞങ്ങൾക്ക് ഈ മഹല്ലത്തിലെ ജുമുഅ കൂടാൻ പറ്റൂല, അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ ഞങ്ങളെ നിസ്കാരം സ്വഹീഹാവൂല എന്ന വല്ല വസ്വാസരുണ്ടെങ്കിൽ സ്വന്തം പെരിയിൽ പോയി നിസ്കരിച്ചോളി. എന്ത് ചെയ്യരുത്? പള്ളി ഉണ്ടാക്കല്ലേ. അതുകൊണ്ട് പുണ്യമല്ല കിട്ടുക, വലിയ കുറ്റമാണ് ഉണ്ടാവുക. അത്തരം തിന്മ ചെയ്തവർക്കൊക്കെ ഞാൻ അങ്ങനെ തന്നെ പറയാണ്, അത്തരം തിന്മ എന്ന് പറയുന്നത് ഉമ്മത്തിന്റെ മനസ്സിൽ മുറിവുണ്ടാക്കലാണ്. അതിനൊക്കെ വലിയ പ്രായശ്ചിത്തം ഇതിനൊക്കെ പകരം ചെയ്യേണ്ടി വരും.
ഇതൊന്നും ചെറിയ ദുൽമല്ല. അതുകൊണ്ട് അത്തരക്കാരൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു വാശിയും നമ്മുടെ ഒരു ആവേശവും കയ്യിലെ പൈസയൊക്കെ തീർന്നാൽ പിന്നെങ്ങനെ ഇരുന്ന് ആലോചിച്ച എന്തിനിപ്പോൾ ഞാൻ ആ മഹലിനെ കുട്ടിച്ചോറാക്കി കൊടുത്തത് എന്നിങ്ങനെ ആലോചിച്ചാലേ അള്ളാഹിൻ്റെ മുമ്പിലെത്തുമ്പോൾ മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് ആലോചിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് വിരുദ്ധമായി ഒരുപാട് ചെയ്തതിന് പകരം ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ ഹജ്ജ് നടക്കുകയാണ്. മക്കയിൽ നിന്ന് അറഫായിലേക്ക് പോകുമ്പോൾ മഹാനവറുകളുടെ കൂടെ കൊണ്ടുപോകുന്നത് 100 നാഖ. ആ ഒട്ടകങ്ങൾ 100 ഒട്ടകങ്ങളെ കൊണ്ടുപോയി അറഫായിലേക്ക്. മുജല്ലലതൻ ബിൽ അസ്വാബിസ് സാഹിയ. ആ ഒട്ടകപ്പുറത്ത് മനോഹരമായ വസ്ത്രക്കെട്ടുകൾ വെച്ചിരുന്നു, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി. 100 ഒട്ടകം ഒരൊറ്റ ഹജ്ജിൽ ദാനം ചെയ്ത ഹക്കീം റളിയല്ലാഹു അൻഹു. എന്തോ ഒരു ലാഭമുള്ള കച്ചവടമാണത്. രണ്ടാമത്തെ ഹജ്ജ് ചെയ്യുന്നു, സുന്നത്തായ ഹജ്ജ്. ആ രണ്ടാമത്തെ ഹജ്ജിന് പോകുമ്പോഴാണ് 100 മിൻ അബീദിഹി. അന്ന് അടിമകളുള്ള കാലമാണ്. 100 അടിമകളെ കൊണ്ടുപോയി. ഓരോ അടിമയുടെയും കഴുത്തിൽ വെള്ളി കൊണ്ടുള്ളൊരു മാലയുണ്ട്, ഒരു നാടയുണ്ട്. ആ വെള്ളിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അല്ലാഹുവിന് വേണ്ടി ഒരു പൈസയും പകരം വാങ്ങിക്കാതെ ഈ അടിമകളെ 100 ആളുകളെയും ഞാൻ മോചിപ്പിക്കുകയാണ്, ഇവർക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയാണെന്ന് അല്ലാഹുവിന് സാക്ഷി പറഞ്ഞ് റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, നാളെ സ്വർഗത്തിൽ നിന്ന് എന്റെ കഴുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ അടിമകളെ അല്ലാഹുവിന് വേണ്ടി മോചനം ചെയ്യുന്നത്. 100 അടിമകളെ. രണ്ടാമത്തെ ഹജ്ജ്. മൂന്നാമത്തെ ഹജ്ജ് ചെയ്തു ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. ആ ഹജ്ജിന് കൊണ്ടുപോയത് 1000 ആടുകളാണ്. അൽഫുഷാ, 1000 ആടുകൾ. 1000 ആടുകളും മക്കയുടെ പരിസരത്തുള്ള മക്കയിലുള്ള മുഴുവൻ പാവപ്പെട്ട ആളുകൾക്കും അള്ളാഹുവിന് വേണ്ടി ദാനമായി കൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത മഹാനായ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. പ്രായം ഒരുപാട് കൂടുകയും കണ്ണിന്റെ കാഴ്ച പോവുകയും ചെയ്തപ്പോ, അള്ളാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ച നീ എനിക്ക് പകരം നൽകിയില്ലെങ്കിൽ ഞാനതിന് പകരം നീ സ്വർഗം തരുമെന്ന് പ്രതീക്ഷിക്കട്ടെ എന്ന് കണ്ണിന്റെ കാഴ്ച പോയപ്പോൾ പകരം സ്വർഗം പ്രതീക്ഷിക്കുകയും വേദന കൂടുകയും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്തപ്പോ ആ സ്വഹാബി പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അഖ്ശാക റബ്ബി വ ഉഹിബ്ബുക. 2 പ്രാവശ്യം പറഞ്ഞു എന്നാ. അഖ്ശാക റബ്ബി വ ഉഹിബ്ബുക. റബ്ബേ നിന്നെ എനിക്ക് പേടിയാണ് അല്ലാഹുവേ, എന്നാൽ ഉഹിബ്ബുക നിന്നോട് എനിക്ക് പ്രേമമാണ് അല്ലാഹുവേ, നിന്നോട് എനിക്ക് സ്നേഹമാണ് അല്ലാഹുവേ. നിന്നെ പേടിയുണ്ട് റബ്ബേ, എന്നാൽ എനിക്ക് നിന്നോട് എമ്പാടും ഇഷ്ടമാണല്ലാഹ്. ഉഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മരിച്ച സ്വഹാബിയാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. എന്തോ ഒരു നല്ല മരണാണതല്ലേ. അഖ്ശാക റബ്ബി വ ഉഹിബ്ബുക. നിന്നെ പേടിയുണ്ട് റബ്ബേ, എന്നാൽ എനിക്ക് നിന്നോട് ഇഷ്ടമാണ് റബ്ബേ, നിന്നോട് എനിക്ക് ഇഷ്ടമാണ്. ഉഹിബ്ബുക. ആ ഹുബ്ബ് ജീവിതത്തിലേക്ക് കയറുമ്പോഴാണ് അള്ളാഹുവിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനുമുള്ള സന്നദ്ധത സ്വഹാബികളിൽ ഉണ്ടായത്. റബ്ബിനോടുള്ള സ്നേഹമുണ്ടായപ്പോ പ്രേമം കൽബുകളിലേക്ക് കയറി വരുമ്പോ ആർക്ക് കൊടുക്കേണ്ടതാണ് പ്രേമമെന്ന് ചെറുപ്പക്കാര് മനസ്സിലാക്കണം. ആരെയാണ് പ്രേമിക്കേണ്ടത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദീനിനെയും സ്നേഹിക്കേണ്ടിടത്ത ഹറാമായ പ്രേമബന്ധങ്ങൾ നമ്മുടെ കൽബിലേക്ക് കയറി വരുന്നത്. അഖ്ശാക റബ്ബി വ ഉഹിബ്ബുക. സ്വഹാബികളിൽ ആ ഒരു പ്രേമം കൽബിലേക്ക് കയറിയപ്പോ ലോകത്തെ സർവ്വ ജന്തുക്കളും അള്ളാഹുവിന് വേണ്ടി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു സ്വഹാബിയുണ്ട്. ഒരു കാട്ടിലേക്ക് കയറി ചെന്നിട്ട് മൃഗങ്ങളോട് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോവണം എന്ന് പറഞ്ഞപ്പോ എല്ലാ മൃഗങ്ങളും കാട്ടിൽ നിന്ന് പോയ ഒരു ചരിത്രമുണ്ട്. ഒരു സ്വഹാബിയുണ്ട്, മഹാനായ ഉഖബത്ത് ഇബ്നു നാഫിഅ റളിയല്ലാഹു അൻഹു. ഉഖബ ഇബ്നു നാഫിഅ, ഖൈർവാൻ എന്ന നഗരം, മുസ്ലിം ലോകത്തെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഖൈർവാൻ നഗരമുണ്ടായത് ഈ സ്വഹാബിയുടെ ഒരു വിളിയാളമാണ്. കാട്ടിലാണ് ഖൈർവാൻ നഗരമുണ്ടായത്. ജനവാസം ഉണ്ടായിരുന്ന സ്ഥലത്ത് സ്വഹാബിമാർ കയറി ചെന്നപ്പോ കാടല്ലാതെ മറ്റൊരു അഭയവുമില്ലാതിരുന്നപ്പോ കാട്ടിലേക്ക് ചെന്നുകൊണ്ടാണ് മഹാനായ ഉഖബത്ത് ഇബ്നു നാഫിഅ റളിയല്ലാഹു അൻഹു ആഫ്രിക്കയുടെ ഖൈർവാനിന്റെ കാട്ടിൽ ചെന്നുകൊണ്ടാ പറഞ്ഞത്,
എന്താ പറഞ്ഞെന്നറിയോ? നഹ്നു അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരാണ്. ജിഇനാ ലിനശ്രി ദീനില്ലാഹി ഫിൽ അർളി, അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ദീൻ സമാധാനപരമായി സ്നേഹത്തോടെ പ്രചരിപ്പിക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഫഅഖ്ലി ലനൽ മകാൻ, മൃഗങ്ങളെ ഈ സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് വിട്ടുതരണം. എന്താ സംഭവിച്ചെന്നറിയോ? ഇത് വല്ലാത്തൊരു അത്ഭുതമുള്ള ചരിത്രമാണ്. മൃഗങ്ങൾ കുഞ്ഞുങ്ങളെയും പുറത്ത് വെച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോണത് കാണാൻ പറ്റിയെന്ന. കാട്ടിൽ നിന്ന് എല്ലാ മൃഗങ്ങളും ഒഴിവായി കൊടുത്തു. അവിടെ നിന്ന് ആ ഖൈർവാൻ എന്ന വലിയൊരു പ്രദേശം ഒന്നാകെ ആനകളും കടുവകളും ഒക്കെയുണ്ടായിരുന്ന ആഫ്രിക്കൻ കാടിൽ ഖൈർവാൻ നഗരം ഇന്നുള്ള സ്ഥലം. അന്ന് ഉഖബത്ത് ഇബ്നു നാഫി തങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരാണ്, ഞങ്ങളിവിടെ വന്നത് ദീനിന്റെ പ്രചരണത്തിനാണ്, ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം. മൃഗങ്ങൾ ഒഴിവാക്കി കൊടുത്തു. ഇന്ന് മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? ഒരു കടുവനൊക്കെ എന്നിട്ട് കടിക്കാൻ വന്നാൽ തന്നെ വെടിവെച്ച എത്ര കുറ്റെന്ന. സൽമാൻ ഖാനൊക്കെ ഒരു മാനിനെ പിടിച്ചിട്ട് എത്ര കൊല്ല ജയിലിൽ കിടന്നത്. മനുഷ്യന്മാരെ വെടിവെച്ചിട്ടും അല്ലാതെയും കൊന്നോല് വിലസി നടക്കേണ്ട നാട്ടിൽ അല്ലേ? വല്ലാത്ത അത്ഭുതമാണ് നമ്മുടെ നാട്ടിലെ ചില നിയമങ്ങളൊക്കെ കാണുമ്പോൾ. മൃഗങ്ങൾക്ക് സംരക്ഷണമൊക്കെ വേണം, പക്ഷെ മനുഷ്യൻ മൃഗത്തെക്കാളും വലുതാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനുഷ്യൻ മൃഗക്കാളും. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഇത് മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി അള്ളാഹു പടച്ച ലോകമാണ്. അത് മനസ്സിലാക്കാതെ മൃഗങ്ങൾ നടന്നാൽ മതി, മനുഷ്യന്റെ കാര്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയാണ്. അങ്ങനെ ആവരുത്. ഇപ്പൊ മൃഗസംരക്ഷണം ഫോറസ്റ്റിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട വേളാണ്, അപ്പോൾ പറയണില്ല. അത് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഉഖബ റളിയല്ലാഹു അൻഹു പറയാൻ, പൊയ്ക്കോളിൻ, ഇറങ്ങിത്തരണം, പറഞ്ഞത് പരമാർത്ഥം. ഫതഖറുജു സിബാഉ വൽ ഹവാമു ഹാമിലതൻ ഔലാദഹാ അലാ ദുഹൂരിഹാ, പാമ്പുകളും ഇഴജന്തുക്കളടക്കം കുഞ്ഞുങ്ങളെ പുറത്തു വെച്ച് കാടുകളിൽ നിന്ന് മൃഗങ്ങളെല്ലാം കൂട്ടം കൂട്ടമായി ഒഴിഞ്ഞു പോകുന്നത് അന്ന് കാണാമായിരുന്നു എന്ന് ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്. എല്ലാവരും ഇറങ്ങിക്കൊടുത്തു. അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച ആളുകളാണ്, അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒഴിവായി കൊടുക്കാൻ. മഹാനായ അലിയുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി സിംഹത്തിന്റെ പുറത്ത് നടന്നിരുന്നു എന്ന് ചരിത്രമുണ്ട്. നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദുമാർ പറയാറുണ്ട്. ഖുതൈബ റളിയല്ലാഹു അൻഹു, ഈ സംഭവം നടക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിനോടടുത്ത് കിടക്കുന്ന പ്രദേശത്താണ്. ആ ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് കുതിരയെ ഓടിച്ചു കൊണ്ടുവരികയും ആ കുതിര വെള്ളത്തിലേക്ക് നടക്കാൻ കഴിയാതെ കാൽമുട്ടോളം വെള്ളത്തിലിറങ്ങുകയും ചെയ്തപ്പോഴാണ് ഉഖബ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ കുതിരക്ക് ഈ വെള്ളത്തിലൂടെ നടന്നെടുക്കാൻ കഴിയുമെങ്കിൽ ഈ വെള്ളത്തിനപ്പുറത്തേക്ക് നിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ ഞാൻ എന്റെ കുതിരപ്പുറത്ത് പോയേനെ എന്ന് പറഞ്ഞ ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു. ഇന്ന് എന്തെല്ലാം സൗകര്യം ഉണ്ടല്ലേ, നമ്മൾ ആ സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്, റബ്ബേ, ബുഖാരി ഇമാമിന്റെ കാലത്ത് ഫ്ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എത്ര ലക്ഷം ഹദീസ് നമുക്ക് കിട്ടിയേനെ. നമുക്ക് ട്രെയിനുണ്ട്, ഫ്ലൈറ്റുണ്ട്, കാറുണ്ട്, എല്ലാ യാത്രാ സംവിധാനങ്ങളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നില്ലല്ലോ ദീനിന് വേണ്ടി. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള യാത്രയൊക്കെ വളരെ കുറച്ചല്ലേ. ഹജ്ജ് ഉംറയും പോകുന്നുണ്ട്, ഉസ്താദ്മാർ കൊണ്ടേ വിട്ടെടുത്ത് വരുന്നുണ്ട്. ഹജ്ജ് ടൂറല്ലേ, അങ്ങനെ പോയി വരുന്നുണ്ട്. ഇതിലൊക്കെ എത്ര അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ഹജ്ജുണ്ട്, എത്ര കായ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അല്ലാഹു ആലം, അല്ലാഹു ആലം, അല്ലാഹു ആലം, അല്ലാഹു ആലം ബിമുറാദിഹിം, നമുക്കറിയില്ല. പക്ഷേ കടലിനപ്പുറത്തേക്ക് ദശ്ത് തോ ദശ്ത് ഹേ, ദശ്ത് തോ ദശ്ത് ഹേ, ദരിയാ ഭീ ന ഛോടാ ഹംനെ, ബഹർ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ. മരുഭൂമികളെപ്പറ്റി എന്ത് പറയാനാണ്, എത്ര മരുഭൂമികളാണ് ഞങ്ങൾ തണ്ടിക്കടന്നത്. ദശ്ത് തോ ദശ്ത് ഹേ, ദരിയാ ഭീ ന ഛോടാ ഹംനെ, ഞങ്ങൾ ഒരു പുഴ പോലും അല്ലാഹുവേ നിനക്ക് വേണ്ടി ഒഴിവാക്കി കളഞ്ഞിട്ടില്ല. ബഹർ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ, മെഡിറ്ററേനിയൻ കടലും കടന്ന് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ഞങ്ങൾ കുതിരയെ വെള്ളത്തിൽ ഓടിച്ചത് എന്ന് ഇഖ്ബാൽ പറഞ്ഞത് ഈ ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയെ സംബന്ധിച്ചാണ്. എന്ത് ത്യാഗം ചെയ്തു റബ്ബേ. നമ്മളൊക്കെ ആലോചിക്കുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ. ആ സംഭവം ഒരു ഭാഗത്ത് നടക്കുന്നു, ഈസ്റ്റ് ഭാഗത്ത്, നോർത്ത് വെസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴാണ് അങ്ങവിടെ അങ്ങേ അറ്റത്ത് ചൈനയിൽ
നോർത്ത് ഈസ്റ്റിൽ, ഇവിടെ നോർത്ത് വെസ്റ്റിൽ മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. നോർത്ത് ഈസ്റ്റിൽ മഹാനായ സുഹാബി ഖുതൈബ റളിയല്ലാഹു അൻഹു ചൈനയിലേക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ പോയ മഹാനായ സുഹാബിയാണ് ഖുതൈബ റളിയല്ലാഹു അൻഹു. യാ മുറാഇൻ, ആളുകളെ കാണിച്ചു നടക്കുന്ന ആളെ, റിയാ ചെയ്യുന്ന ആളെ എന്നൊരാൾ വിളിച്ചപ്പോഴാണ് അന്നത്തെ ആലിമിന്റെ മറുപടി, മതാ അറഫ്ത നഫ്സി ഇസ്മി, എന്റെ പേര് നിനക്ക് എപ്പോഴാ ഓർമ്മയുണ്ടായത്? ഈ നാട്ടുകാരെല്ലാം എന്റെ പേര് മറന്നിരുന്നു. എന്റെ പേര് മുറാഇൻ എന്ന് നീ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ പേരത് തന്നെയാണല്ലോ. യാ മുറാഇ, അത് കളിയാക്കി പറയാം, നല്ല പേരൊന്നല്ല, കുട്ടിക്ക് പേരിടണ്ടേ. മുറാഇ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആള് എന്നതിന്റെ അർത്ഥം. കളിയാക്കി പറഞ്ഞതാ. അപ്പൊ ആ ആലിം അതിന് മറുപടി കൊടുക്കുന്നത് എന്താണ്? ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും, നിങ്ങളാണ് എന്നെക്കാളും മെച്ചം എന്നാ അങ്ങനെ മറുപടി. ഇന്ന് ഉരുളക്ക് ഉപ്പേരിയാണ് മറുപടി. അങ്ങനെയല്ല, മറുപടി ഒന്നും പറയണ്ടെന്നാ. ചിലതിനൊന്നും മറുപടി അർഹിക്കണില്ല എന്നാ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ ഇപ്പോൾ ആർക്കല്ലാത്തത്, അർഹിക്കുന്നതിന് മറുപടി പറയാം, അല്ലാത്തത് ചെവിയിലൂടെ അങ്ങ് വിടുക, അത്രയേ പറ്റുള്ളൂ. യാ മുറാഇ എന്ന് വിളിച്ചു. എന്റെ പേര് നിങ്ങൾക്ക് എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ അത് തന്നെയാണല്ലോ റബ്ബേ, എന്റെ അമലൊക്കെ നഷ്ടപ്പെടുമോ? സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. വേറെ ഒരു ഇമാമുണ്ട്, ഹജ്ജ് നടക്കുന്ന സമയത്ത് വലിയ തിക്കും തിരക്കും കൂടുമ്പോ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, അറഫയിൽ തിക്കും തിരക്കിന്റെയും ഇടയിൽ ഒരു മഹാനായ പണ്ഡിതൻ അവിടെയുണ്ട്. അപ്പോഴാണ് തിരക്കിന്റെ ആ ഒരു തിക്ക് തിരക്കിന്റെ വിഷമത്തിൽ ഒരാൾ പറഞ്ഞത്, വല്ലാഹി മാ അദുന്നുക ഇല്ലാ, നിങ്ങൾ എന്തോ ഒരു മോശപ്പെട്ട ആളാണെന്ന് മഹാനായ പ്രഗത്ഭനായ ഒരു പണ്ഡിതനോട് തൊട്ടടുത്തുള്ള ആള് പറഞ്ഞപ്പോഴാണ്, നിങ്ങൾക്കാണല്ലോ എന്നെ മനസ്സിലായത്, വേറെ ആർക്കും എന്നെ തിരിഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് എന്നെ തിരിഞ്ഞല്ലേ. എന്ത്, ഞാൻ വലിയ മോശക്കാരനെന്നല്ലേ പറഞ്ഞത്? ഞാൻ മോശക്കാരനാണല്ലോ. അല്ലാഹ് അങ്ങനെ സമ്മതിച്ചു കൊടുക്കുക. ഇബ്രാഹിം അവൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായിരുന്ന മുഹൂർത്തം ഞാൻ ഡമസ്കസിന്റെ പ്രാന്തപ്രദേശത്തുകൂടെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഒരു പള്ളിയിൽ കയറുകയുണ്ടായി. ആ പള്ളിയിൽ എനിക്ക് ഉറക്കം വന്നു. ഞാനന്ന് രാത്രി ഒന്ന് കിടന്നുറങ്ങി. പള്ളിയിലെ മുക്രിക്ക വന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചു. അപ്പൊ ഞാൻ ഇരുന്നുറങ്ങി. അദ്ദേഹം എന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പൊ ഞാൻ നിന്നുറങ്ങി. എന്നെ അവിടുന്ന് എടുത്തിട്ട് പുറത്തേക്കിട്ടു ഹൗദും കരയിൽ. ഞാൻ ആ ഹൗദും കരയിൽ ഇങ്ങനെ കടന്നുറങ്ങുമ്പോൾ എന്റെ കാല് പിടിച്ച് റോട്ടിക്ക് വലിച്ചിട്ടു. അയാൾക്കറിയില്ലായിരുന്നു ഇത് ലോകപ്രശസ്തനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആണ് എന്ന്. രാത്രി അറിഞ്ഞിരുന്നില്ല എന്ന്. മഹാനായ CH ഹൈദർ മുസ്ലിയാർ, ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ്, മഹാനവറുകൾക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പള്ളി കയറിയിട്ട് ഏതോ ഒരു മുക്രിക്ക പിടിച്ച് പുറത്താക്കിയതാണ്. പള്ളിയുടെ ഒതുടുക്കുന്ന ആ കരയിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട കാല് വലിച്ചിട്ട് പുറത്തിട്ട്. അപ്പൊ അറിയില്ലായിരുന്നു ഇത് വലിയൊരു പണ്ഡിതനാണിത്. ബഹുമാനപ്പെട്ടവർ അങ്ങനെയൊക്കെ പോലീസുകാരെ വണ്ടിയിലൊക്കെ കയറി പോയിട്ടുണ്ടല്ലോ. ഈ താമരശ്ശേരി ഭാഗത്തു നിന്നൊക്കെ വാഴ്ന്നു കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ അണ്ണൻ ലോറിയും തമിഴന്മാരും ഒക്കെ നമ്മളെ പാണ്ടി ലോറി എന്നൊക്കെ പറയല്, കൈ കാണിച്ചിട്ട് കെട്ടിയ വണ്ടിയിൽ കയറിപ്പോരും. അങ്ങനത്തെ ഒരു വലിയ പണ്ഡിതനായിരുന്നു മഹാനായ CH ഉസ്താദ് അവറുകൾ. അപ്പോൾ പോലീസുകാർ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോണൊരു വണ്ടി കണ്ടപ്പോൾ അതിനും കൈയാട്ടി. അപ്പോൾ പോലീസുകാർ നിർത്തിയിട്ട് ചൂടായിന്ന, ഈ വണ്ടി പോണ അറിഞ്ഞൂടെ, പോലീസുകാരങ്ങൾക്ക് മനസ്സിലാവൂലേ, എന്നിട്ട് എന്തിനാ കൈ കാണിച്ചെന്ന് ചോദിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കൈ കാണിച്ചാണ്. അങ്ങനത്തെ ഒരു വലിയ മഹാനായിരുന്നു CH ഉസ്താദ് അവർ. ദാറുൽ ഹുദയുടെ പ്രസിഡന്റായിരുന്നു. ദാറുൽ ഹുദയുടെ. അള്ളാഹുവെ അവരുടെ ആഖിറം നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. അറഫായുടെ ദിനത്ത്, അറഫാ ദിനം നടക്കുമ്പോൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് മാപ്പിരുന്നുകൊണ്ടിരിക്കുന്ന നേരത്താണ് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്, അല്ലാഹുവേ ലൗലാ അന്നി ഫീഹിം ലഖുൽത ഖദ് ഗഫറല്ലാഹു ലഹും. പടച്ചവനെ, ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ എന്ന ഒരു മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ നീ ഇവരെല്ലാവർക്കും പുറത്തു കൊടുത്തിരുന്നേനെ. അല്ലാഹുവേ, ഞാൻ കാരണം ഇവർക്കാർക്കും നീ പുറത്തു കൊടുക്കാതിരിക്കല്ലേ. ഞാൻ എത്ര പാപിയാണെങ്കിലും നീ ഇവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്തു പോയ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. ആ ഒരു ചിന്താഗതി ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കാണാൻ കഴിയും. ആളുകൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ ആലിമീങ്ങളിൽ പ്രഗത്ഭനായ ഒരു ആലിം പറഞ്ഞത്, ഇന്ന ഫുലാനം മിനന്നാസി യഖഉ ഫീക, നിങ്ങളെ ആക്ഷേപിക്കുന്ന ഇന്നാലിന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോ, വലാ യഹീഖുൽ മക്റുസ് സയ്യിഉ ഇല്ലാ ബിഅഹ്ലി, തിന്മ ചെയ്യുന്നത് തിന്മയുടെ ആളുകൾക്കല്ലേ അത് പറ്റുകയുള്ളൂ, നമ്മളതിന് മറുപടി പറയില്ല എന്ന് പറഞ്ഞ ആലിമീങ്ങൾ. വേറൊരാൾ
നിങ്ങൾ ഒരാൾ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ, ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾക്ക് കേടായിട്ട് നിങ്ങൾ എന്താ ദുആ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ഒരാൾ തന്റെ അക്രമിക്കെതിരെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഫഖദിൻ തസ്വറ, പ്രതികാരം ചെയ്തതിന് തുല്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ഇസ്ബിറൂ ഹത്താ തൽഖൂനി ഇൻദൽ ഹൗദ്, നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ, ക്ഷമിക്കണേ. ഹൗദുൽ കൗസറിന്റെ അരികത്ത് നിങ്ങൾ എന്നെ കാണുന്നത് വരേക്കും നിങ്ങൾ ക്ഷമിക്കണേ എന്ന് റസൂല് പറഞ്ഞില്ലേ? അതുകൊണ്ട് നമ്മളെ ചീത്ത പറയുന്നവരോട് നമ്മൾ മറുപടി പറയുകയില്ല എന്ന് മറുപടി പറഞ്ഞ നമ്മുടെ ആലിമീങ്ങൾ. ഒരു മഹാനായ ആലിമിനെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്തപ്പോ ഇല്ലാത്തത് പറഞ്ഞ് കളിയാക്കിയ നേരത്ത് ഇൻ കുൻത സ്വാദിഖൻ ഫഗഫറല്ലാഹു ലി വഇൻ കുൻത കാദിബൻ ഫഗഫറല്ലാഹു ലക്, ഒരു കത്താണ് മറുപടി കൊടുത്തത്. സുഹൃത്തേ, എന്നെ നിങ്ങൾ ഒരുപാട് ആക്ഷേപിച്ചുവല്ലോ, ആ ആക്ഷേപങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. എനിക്ക് തെറ്റുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്റെ തെറ്റ് അള്ളാഹു പുറത്തു തരട്ടെ. അതല്ല, ആ ആക്ഷേപങ്ങളിൽ നിങ്ങൾ നുണയാണ് പറഞ്ഞതെങ്കിൽ ഫഗഫറല്ലാഹു ലക, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇങ്ങനൊരു മറുപടി. എങ്ങനെ? നിങ്ങളാ പറഞ്ഞത് എന്നെ പറ്റിയുള്ള ആക്ഷേപം, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഫഗഫറല്ലാഹു ലീ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അതല്ല, നിങ്ങളാ പറഞ്ഞത് തെറ്റാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് സ്വന്തം ആക്ഷേപിച്ചവർക്ക് മറുപടി കൊടുക്കുന്ന കാലം. അങ്ങനെയാണ് ഈ ഉമ്മത്തിൽ ഉന്നതമായ സംസ്കാരം വളർന്നു വന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മറുപടിക്ക് മേൽ മറുപടിയും, ആക്ഷേപങ്ങൾക്ക് ബഹു ആക്ഷേപവും, തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന കാലമാണ്. അങ്ങനെ ചെയ്യല്ലേ. തിന്മയെ നന്മ കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുക. അബൂദർദാ റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കൂട്ടം ആളുകൾ ഒരു മനുഷ്യനെ പിടിച്ച് തല്ലുന്നുണ്ട്. മഹാനവറുകൾ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഇവനൊരു മഹാപാതകം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അടിക്കാൻ. നമ്മളൊക്കെ കാണും, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ, ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ അടി. ഏതോ നാട്ടുകാരനെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ചെന്ന് അടിക്കാൻ നല്ല രസം. അടി കൊള്ളുമ്പോഴേ അത് അറിയുള്ളൂ. അടിക്കാൻ അങ്ങനെ അടിച്ചുകൂടാ. നിയമം നമ്മൾ ആരും കയ്യിലെടുക്കാൻ പാടില്ല. അതിനാണ് ഇവിടെ നിയമവും പോലീസും പട്ടാളവും ഒക്കെ കോടതിയൊക്കെ നിലകൊള്ളുന്നത്. നീതിയും നിയമവും നടപ്പാക്കാനാണ്. പൊതുജനങ്ങൾ എന്ത് ചെയ്യരുത്? നിയമം കയ്യിലെടുക്കാൻ പാടുള്ളതല്ല, ഒരു സമൂഹത്തിലും പാടില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ കുറെ ആളുകൾ കൂടി ഒരു മനുഷ്യനെ തല്ലാണ്. എന്തേ വിഷയം ചോദിച്ചു. എന്തോ വ്യഭിചാരം പോലത്തെ എന്തോ ഒരു കടുത്ത പാപം ചെയ്തതാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഈ മനുഷ്യനൊരു കിണറ്റിൽ വീണു എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താ ചെയ്യുക? ഒരു മനുഷ്യൻ കിണറ്റിൽ വീണു. നമ്മളെ പണ്ടാരി കിണറ്റിൽ വീണ കഥപ്പാടുണ്ട്, പറയുന്നില്ല. കല്യാണത്തിന് ചോറച്ച കുക്കേ കിണറ്റിക്ക് ആടെ അങ്ങനത്തില്ല കഥ. കഥ പറയണോ? നേരല്ല, സമയം വൈകി, പോവാ നമ്മള്. അപ്പൊ ചോറ് അടി പിടിച്ചാണ് സംഭവം. കല്യാണത്തിനൊക്കെ ചോറ് അടി പിടിച്ചാൽ വലിയ പ്രശ്നമല്ല. ബിരിയാണി വെച്ചിട്ട് ചോറ് കേടായി പോയിക്കണേ. അപ്പോൾ മുമ്പേക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയും കാണില്ല. അപ്പോഴങ്ങനെ മുറ്റത്തു കൂടെ നടക്കുമ്പോൾ ഒരു പൊട്ടക്കിണർ കാണുന്നത്, കുറച്ച് വെള്ളമുള്ളൂ, ഒരൊറ്റ ചാട്ടയ്ക്ക്. ആൾക്കാർ പോയി, റബ്ബേ പണ്ടാരെ കിണറ്റിൽ വീണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഓടിക്കൂടിക്കണം. അപ്പം ഇയാൾ പറയാം, കൂട്ടരെ എന്നെ വിട്ടേക്ക്, ആ ചെമ്പിൽ പോയി നോക്കി, അത് അടി കരിയണം നോക്കിക്കോളി, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടോളാം. ചെമ്പ് കരിഞ്ഞിട്ട് ചാടി. അപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കുക, ഈ മനുഷ്യൻ ഒരു കിണറ്റിൽ വീണ നിങ്ങൾ ഇയാളെ പിടിച്ച് കൈ പിടിച്ച് രക്ഷപ്പെടുത്തൂലേ? പണ്ട് പിഷ്കം വീണിട്ട് രക്ഷപ്പെടുത്താൻ പോയി ഒരു കൈ കൊടുത്തിട്ട് ആള് ആ കൈയ്യട് കൊണ്ടാന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കണില്ല. ഒരു പിഷ്കനെ വീണത് കിണറ്റിക്കേ, ആ കൈയ്യട് കൊണ്ട്. അപ്പൊ ഇയാൾക്ക് കൊടുത്തു പരിചയമില്ല. അപ്പൊ ഒരു വിളവൻ പറഞ്ഞു, എന്റെ കൈയ്യട് പിടിച്ചോ എന്ന് പറഞ്ഞു. അതിലുപരി പിടിച്ചു, അതിൽ പിടിച്ച് കയറ്റി. സുബ്ഹാനല്ലാഹ്. അബൂദർദാ തങ്ങൾ ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ കിണറ്റിൽ വീണ അയാളെ രക്ഷപ്പെടുത്തൂലേ? ആ രക്ഷപ്പെടുത്തും. ഈ മനുഷ്യൻ ഇപ്പൊ വലിയൊരു പാതകത്തിൽ, വലിയൊരു തെറ്റിൽ വീണിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അയാളെ അടിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ അയാളെ രക്ഷപ്പെടുത്തേണ്ട. ഈ മനുഷ്യന് നിങ്ങൾ സാരോപദേശം കൊടുക്കണേ, അയാൾക്ക് നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കണമേ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അല്ല നിങ്ങൾ ഇയാളോട് ദേഷ്യമല്ലേ? ഇങ്ങനെ വലിയ പാതകം ചെയ്തിട്ട് ഞങ്ങൾ അടിക്കാൻ നിൽക്കുമ്പോ അടിക്കല്ലേ എന്ന് പറയാ, നിങ്ങൾക്ക് ഇയാളോട് ദേഷ്യമല്ലേ, വെറുപ്പില്ലേ?
തിന്മ ചെയ്യുന്നതിനെ വെറുക്കണ്ടേ? പറഞ്ഞു, തീർച്ചയായും എനിക്ക് വെറുപ്പുണ്ട്, എനിക്ക് വെറുപ്പുണ്ട്, എനിക്ക് അയാളോട് വെറുപ്പുണ്ട്. ഇന്നമാ ഉബ്ഗിദു ഫിഅല, അയാളുടെ ചെയ്തിയോടാണ് എന്റെ വെറുപ്പ്, ആ മനുഷ്യനോടല്ല. അയാളുടെ കർമ്മത്തോടാണ് എന്റെ വെറുപ്പ്. ഫഇദാ തറകഹു ഫഹുവ അഖീ, ആ തിന്മ അയാൾ ഒഴിവാക്കുകയാണെങ്കിൽ അവൻ എന്റെ മുസ്ലിമായ സഹോദരനാണ്. വെറുപ്പുണ്ട് അയാളുടെ കർമ്മത്തോട്. ആ കർമ്മം നന്നാക്കിയാൽ നല്ല മനുഷ്യനാണ്. ബസ് കണ്ടക്ടർമാരെ ബസ്സിൽ കയറി ഡ്യൂട്ടി കയറുമ്പോൾ എന്തോ ഒരു മോശ സ്വഭാവം, ഉന്തലും തള്ളലും, മനുഷ്യന്മാരെ ഇറങ്ങാനും വിടാതിരിക്കലും, അടിയും പിടിയും. ബസ്സിൽ നിന്ന് ഇറങ്ങിയ എന്തോ ഒരു നല്ല മനുഷ്യന്മാരവരൊക്കെ നല്ല മനുഷ്യന്മാർ, അതിൻ്റെ ഉള്ളിൽ കയറിയ കാണാൻ സ്വഭാവം മാറുന്നത്. അങ്ങനെ ഉണ്ടാവും ചിലർ. ആ മനുഷ്യൻ നല്ല ആളാണ്. ഇന്നമാ ഉബ്ഗിദു ഫിഅലഹു, അയാളുടെ കർമ്മമാണ് എനിക്ക് വെറുപ്പ്. ഫഇൻ തറക, ആ തെറ്റയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഹുവ അഖീ, അയാൾ എന്റെ സുഹൃത്താണ്, എന്റെ സഹോദരനാണ് എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറഞ്ഞപ്പോഴാണ് ഈ അടികൊണ്ട മനുഷ്യൻ പറയുന്നത്, യാ അല്ലാഹ്, നിന്റെ സൃഷ്ടികളിൽ തന്നെയും ഇത്രയും കരുണയുള്ള മനുഷ്യരുണ്ടെങ്കിൽ റബ്ബേ നീ എത്ര കാരുണ്യവാനാണ്, ഞാൻ ചെയ്തു പോയ പാപം എന്നോട് പൊറുക്കണേ പടച്ചവനെ എന്ന് ഉറക്ക നിലവിളിച്ച് കരയുകയും ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. ഉമ്മത്തിനോടുള്ള ഈ ഒരിക്കലും മടക്കാനാവാത്ത കരുണയുടെ പ്രവാഹം, ആർദ്രതയുടെ പ്രവാഹം. എത്രയോ വഴിതെറ്റി നടക്കുന്ന ചെറുപ്പക്കാരുണ്ടാവും. നമ്മൾ അവരൊക്കെ എന്ത് ചെയ്യുക? നന്നാക്കിയെടുക്കുക. നാട്ടിലെ ഉസ്താദന്മാരൊക്കെ ഒരുപാട് ആളുകൾ, മുമ്പത്തെ പോലൊന്നല്ല. മുമ്പൊക്കെ നമ്മൾ മുദരിസിന്റെ അരവാതിൽ തുറന്നു കിടക്കുക, അരവാതിൽ അടഞ്ഞു കിടക്കണം എന്നാണ് മുമ്പൊക്കെ പറയാ അല്ലെ ഉസ്താദന്മാരെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നടക്കൂല. ഓരോ കാലത്തിന്റെ ഓരോ ഹിക്മത്ത്. അന്ന് അത് മതിയാവും, പേടിപ്പിക്കാൻ പറ്റുന്ന. അന്ന് ഉസ്താദന്മാരെ കണ്ട് എഴുന്നേറ്റിക്കണ കാലാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഉസ്താദന്മാരും ആണെങ്കിൽ ഉസ്താദ് ഇരുന്നോട്ടെ, ഉസ്താദ് പോവേ, എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഉസ്താദന്മാരും കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ എല്ലായിടത്തും പപ്പടത്തിൽ വരെ കേട് വന്ന സ്ഥിതിക്കേ കുറച്ച് കേടൊക്കെ പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പോ ഇന്ന് അങ്ങനെയല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട്, നാട്ടിൽ കുറേ കള്ളുടിയന്മാരൊക്കെ ഉണ്ടാവും ചെറുപ്പക്കാർ, അവരൊക്കെ തോൾ പിടിച്ച് നന്നാക്കി കൊണ്ടുവരുന്ന ഉസ്താദന്മാരുണ്ട്. ചിലപ്പോൾ പഴമക്കാർക്കൊന്നും ഇത്ര പിടിക്കൂല, മൂല്യരെന്തിനാ ഓരൊപ്പം നടക്കണമെന്ന്. പക്ഷെ അവരൊപ്പം നടന്നിട്ട് വേണം അവർക്ക് നസീഹത്ത് കൊടുക്കാൻ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അവരെന്ത് ചെയ്യരുത്? അവരെ ഒന്നിനും പറ്റാത്തവരാന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ലേ. അവരിലൊക്കെ ഒരുപാട് നന്മയുണ്ട്. ചിലപ്പോൾ വല്ല സെറ്റിലും കൂട്ടുകെട്ടിലും പെട്ടിട്ട് മോശമായി പോയതാണ്. അവരൊക്കെ നന്നാക്കിയെടുത്താൽ നല്ല മക്കളായിട്ട് കിട്ടും അവരെ. അതുകൊണ്ട് അവരോടൊക്കെ എന്ത് ചെയ്യുക? അവരോടൊക്കെ റഹ്മത്ത് ചെയ്യുക, കരുണ ചെയ്യുക. ഈ സ്വഭാവം നമ്മുടെ സ്വഹാബത്തിന്റെ മാതൃകയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങളുടെ കൂടെ നിൽക്കുകയും ഇസ്ലാമിന് യശസ്സുണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു സമൂഹത്തിന്റെ ചിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ മാതൃക, നമ്മൾ തുടങ്ങിവെച്ചതും ആരംഭിച്ചതും അല്ലാഹുവിന്റെ കിതാബ്, വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. അല്ലാഹുവും അവന്റെ ഹബീബും അവന്റെ ദീനും എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു സത്യസന്ധമായ നിലപാട് മുസ്ലിമിന്റെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ സംഘടനാ വ്യത്യാസങ്ങള്, നമ്മുടെ പാർട്ടി വ്യത്യാസങ്ങൾ, നമ്മുടെ അഭിപ്രായ ഭിന്നതകൾ എല്ലാം മറന്ന് അതിനപ്പുറത്തേക്കൊരു നല്ല സമൂഹത്തിന്റെ സൃഷ്ടി നമുക്ക് സാധ്യമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങളും സ്വഹാബികളും കാണിച്ച മാതൃകയും അത് തന്നെയാണ്. ഈ ലോകത്ത് അധികാരവും കൽപ്പനയും നടപ്പാക്കാൻ ശരിക്കും അവകാശിയായവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവല്ലയോ. ഹബീബായ നബി തങ്ങളും സ്വഹാബികളും വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്താൽ അവിടെ നിർത്തുന്ന ആളുകൾ, അല്ലാഹു പറഞ്ഞോ എന്നാൽ അത് ഞാൻ എടുത്തു, അല്ലാഹു വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് വേണ്ട. മദീനയിൽ കള്ള് ഷാപ്പുകളും അന്നത്തെ ബാറുകളും അന്നത്തെ വൈൻ ഷോപ്പുകളും യഥേഷ്ടം പൊടിക്കുന്ന കാലത്താണല്ലോ തഹരീമുൽ ഖംർ അല്ലാഹു ഇറക്കുന്നത്. കള്ള് ഹറാമാണെന്ന വിവരം അല്ലാഹു കൊടുക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ നിർത്തുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം അതാണ്. കള്ള് നിരോധിച്ച വിഷയം ഘട്ടം ഘട്ടമാണ്, നമുക്ക് പറയാൻ സമയമല്ല. 2, 3, 4 ആയത്തുകളിലൂടെയാണ് കള്ള് നിരോധനം വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഖുർആൻ നമുക്ക് നിയമം എടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അത് ആലിമീങ്ങൾ പറഞ്ഞുതരണം. കാരണം ഖുർആനിൽ ഒരായത്തുണ്ട്, വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദൂന മിൻഹു റിസ്ഖൻ സകറൻ വറിസ്ഖൻ ഹസനാ. ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
കള്ള് നിരോധിക്കാൻ പോകുന്നതിന്റെ ആദ്യപടിയാണത്. അതിൽ കള്ള് മോശാണെന്നും പറഞ്ഞില്ല, കള്ള് കുടിക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കള്ളുണ്ടാക്കുന്നുണ്ടല്ലേ, ഈത്തപ്പഴം ഉപയോഗിച്ചിട്ടും മുന്തിരി ഉപയോഗിച്ചിട്ടും അന്ന് ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിസ്കരിക്കാൻ പോകുമ്പോൾ കള്ളു കുടിക്കരുത്. നിങ്ങൾ എന്താണ് നിസ്കാരത്തിൽ ഓതുന്നത് എന്ന് പോലും നിങ്ങൾക്ക് ബോധ്യമാവാത്ത രീതിയിൽ കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കാൻ പോവല്ലേ. അപ്പൊ നമ്മളിതിങ്ങനെ ആയത്തിപ്പോ ഇടക്കിങ്ങനെ ഖുർആൻ അർത്ഥം. അങ്ങനെയാണ് ഒരു അടിപിടി കേസുണ്ടാകുന്നത്. അൻസ്വാരികളെ ചീത്ത പറഞ്ഞ ഒരു മുഹാജിർ ഒരു പാട്ട് പാടുകയുണ്ടായി ഒരു കള്ളു കുടിച്ച സദ്യയില്. അങ്ങനെയാണ് ഒരു ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് ഒരു സുഹാബിയുടെ തലക്കടിയേറ്റു. ശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിർ والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. കള്ളും അതുപോലെ തന്നെ നിങ്ങളുടെ ശകുനം നോക്കലും ബിംബാരാധനയും ബെറ്റുവെക്കലും ഗാംബ്ലിങ്ങും പോലെയുള്ള സംഗതികളെല്ലാം പൈശാചികമാണ്. പിശാച് നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റാനും നിങ്ങളിൽ ശത്രുതയുണ്ടാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിർത്തുന്നുണ്ടോ? അതങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും മദീനയിലെ കള്ളുഷാപ്പ് നടത്തിയിരുന്ന മുഴുവൻ ആളുകളും കള്ളുഷാപ്പിൽ നിന്ന് സർവമാന ഭരണിയും തച്ചുടച്ച് കള്ളിന്റെ പുഴ ഒഴുകി എന്നൊക്കെ മദീനത്ത് ഒഴുകി എന്ന് പറഞ്ഞത് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണ്. വെറുതെ കഥ പറയല്ല, എന്തെങ്കിലും എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല, യാഥാർത്ഥ്യം അങ്ങനെയാണ്. കള്ളിന്റെ അവർക്ക് നഷ്ടമല്ലേ, അവർക്ക് നഷ്ടമുണ്ടാവും, സാമ്പത്തിക നഷ്ടമുണ്ട്. അള്ളാഹു പറഞ്ഞോ എങ്കിൽ പിന്നെ ഞങ്ങൾക്കത് വേണ്ട. ഇതാണ് തീരുമാനം. എന്നാ പിന്നെ വേണ്ട, അള്ളാഹ്ക്ക് വേണ്ടേ, എന്നാ ഞങ്ങൾക്ക് വേണ്ട. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ആയത്തിറങ്ങിയെന്ന് ഞാൻ പറഞ്ഞെടുത്തപ്പോഴേക്കും കള്ളു പൊട്ടിക്കലായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന ചില നേരങ്ങളിൽ ഹബീബ് ചെരുപ്പ് ധരിച്ച് നിസ്കരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പള്ളിന്റെ ഉള്ളിൽ നിന്നാവില്ല നിസ്കാരം. സ്വഹാബികൾ എല്ലാവരും ഊരിവെച്ചു, എല്ലാവരും ഊരിവെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഊരിവെച്ചത്? ചെരുപ്പ് ഊരിയത് എന്തേന്ന്? നബിയേ ഖലഅതന അലൈക, അങ്ങ് ചെരുപ്പ് ഊരിയപ്പോൾ ഞങ്ങളും ഊരിവെച്ചു നബിയേ. അത്ര തന്നെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ചെയ്യുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാനി ജിബ്രീലു അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അന്ന ഫീഹി മാ ഖദറാ, എന്റെ ചെരുപ്പിൽ എന്തോ നജസുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ മാറ്റിവെച്ചത്. നിങ്ങൾ എന്തിനെ മാറ്റിവെച്ചത്? തങ്ങൾ ചെയ്തപ്പോ ഞങ്ങളത് തന്നെ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഇത്തിബാ നബി. അന്ന് ജുമുഅ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു റവാഹ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് വരുന്നു. അപ്പോഴാ ജുമുഅ നടക്കുന്നുണ്ട്. ഹബീബായ നബിയുടെ പള്ളിയിലേക്ക് കയറിയിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുറ്റത്തെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ നിൽക്കുന്ന ചില ആളുകളെ കണ്ടപ്പോൾ നബി തങ്ങൾ ഇജ്ലിസൂ, എല്ലാവരും ഇരിക്കണം എന്ന് പറഞ്ഞു. ഇജ്ലിസൂ. ഇത് കേട്ടുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനായ സ്വഹാബി കേൾക്കുന്നത് ഇരിക്കണം എന്ന് പറയുന്നതാണ്. പിന്നെ പള്ളിയിലേക്ക് കയറാനോ ചെരിപ്പൂരാനോ കാത്തുനിന്നില്ല. വരുന്ന വഴിയിൽ അവിടെ തന്നെ ഇരുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പിന്നെ ഇരുന്നു, അവിടെ ഇരുന്നു. നിസ്കാരം നേരമായപ്പോൾ എഴുന്നേറ്റ് പള്ളിന്റെ അകത്തേക്ക് വന്നു, സഫിലേക്ക് ചേർന്ന് നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, നബിയേ അങ്ങ് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ വരുന്ന വഴിയിൽ ഇരിക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ ചെയ്തത് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ പ്രാർത്ഥന വരുന്നു. എന്താ ദുആയിരുന്നറിയോ? സാദകല്ലാഹു ഹിർസൻ അലാ തവാഇയത്തില്ലാഹി വറസൂലിഹി. അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാനുള്ള നിങ്ങളുടെ ഈ ആഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു.